الله الرحمن الرحيم وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ചറബേ കൈഫ തുഹിയൽ മൗതാ, മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് നീ ജീവനിട്ട് കൊടുക്കുന്നത് അല്ലാഹുവേ, ഒന്ന് കാണിച്ചു നൽകുമോ അല്ലാ. മരണാനന്തര ജീവിതത്തെ പറ്റി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, മണ്ണോട് ചേർന്നതാകുന്ന മനുഷ്യനെ എങ്ങനെയാണ് പുനർജീവനം നൽകുക, എങ്ങനെയാണ് ആത്മാവൂതുക. കൈഫ തുഹിയിൽ മൗതാ കൈഫ തുഹിയിൽ മൗതാ, മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് ജീവനിട്ട് കൊടുക്കുക അല്ലാഹ്. ഖാല അവലം തുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചുവത്രേ, ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലയോ, വിശ്വാസമില്ലയോ, നീ പ്രവാചകനല്ലേ, എന്നിട്ട് മരണാനന്തര ജീവിതത്തെ പറ്റി നിനക്ക് വിശ്വാസമില്ലാതായി പോയോ. യാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ല അല്ലാഹ്, ബലാ എനിക്ക് ആഖിറത്തെ കുറിച്ച് വിശ്വാസമുണ്ട്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വാസമുണ്ട് പടച്ച റബ്ബേ. അതിനെ കുറിച്ച് ജനങ്ങളോട് പ്രബോധനം നടത്തുന്ന വ്യക്തിയാണ്. സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും സിറാത്തുണ്ട് എന്നും എല്ലാത്തിനെ കുറിച്ചും ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന വ്യക്തിയാണ്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിൽ ഈമാനെന്ന അടിയുറയ്ക്കുന്നതിന് വേണ്ടിയാണ്, എന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ധാരാളം ആളുകൾ, ഒരുപാട് വ്യക്തികൾ മരണാനന്തര ജീവിതത്തെ പറ്റി ഇപ്പോഴും ആശങ്കയാണ്. അല്ലാഹ് ശരിയല്ലേ, 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാകുന്ന ആ ജീവിതത്തെ പറ്റി നമുക്കും ഇന്ന് സന്ദേഹമല്ലയോ? പുതുശ്ശേരിക്കോട്ട ജമാഅത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറായിട്ടുണ്ടോ? നുരുമ്പി പോകുന്ന നമ്മുടെ ശരീരത്തെ നാളെ തിരിച്ചു കൊണ്ടുവരാ കഴിവുള്ളവനാണ് അല്ലാഹു എന്നുള്ള ബോധോദയം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ കള്ളു കുടിക്കുമോ? ഉണ്ടെങ്കിൽ സിനിമ കാണുമോ? ഉണ്ടെങ്കിൽ സീരിയൽ ദർശിക്കുമോ? ഉണ്ടെങ്കിൽ ഹറാമായ തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോകുമോ? ഉണ്ടെങ്കിൽ ഹറാമായ തലത്തിലേക്ക് കാതു കൊണ്ടുപോകുമോ? ഉണ്ടെങ്കിൽ അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് നീ നോക്കുമോ? കടന്നു പിടിക്കുമോ? സിനിമാ തിയേറ്ററിലേക്ക് നടക്കുമോ? ചെറുപ്പക്കാരാ, ഇല്ല 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 ഇല്ല. മരണത്തെ കുറിച്ചുള്ള ബോധമില്ല, മരണാനന്തര ജീവിതത്തെ പറ്റി വിശ്വാസമില്ല, കേവലം പേരിൽ മാത്രം മുഅ്മിനാണ്, ആധാർ
കാർഡിൽ മാത്രം മുഅ്മിനാണ്, റേഷൻ കാർഡിൽ മാത്രം മുഅ്മിനാണ്, പാസ്പോർട്ടിൽ മാത്രം മുഅ്മിനാണ്. ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാത്ത മുഅ്മിനത്തായ ഉമ്മയാണ്. പറയുമ്പോൾ ആമിനയാണ്, പറയുമ്പോൾ ആയിഷയാണ്, പറയുമ്പോൾ ഫാത്തിമയാണ്, പറയുമ്പോൾ അബ്ദുസ്സലാമാണ്, പറയുമ്പോൾ റഷീദാണ്. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ കണികയില്ല, സ്വർഗത്തെ കുറിച്ച് വിശ്വാസമില്ല, നരകത്തെ കുറിച്ചുള്ള ഭയപ്പാടില്ല, ഖബറിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ബോധോദയമില്ല. ഉണ്ടെങ്കിൽ ഈ ദുനിയാവിൽ അന്യന്റെ സമ്പത്ത് നീ അപഹരിക്കാൻ തയ്യാറാവില്ല. അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ എത്ര വർഷമായടാ അയൽക്കാരനുമായി നീ ബന്ധം വിച്ഛേദിച്ചിട്ട്? എത്ര നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവനല്ലയോ? മോശപ്പെട്ട തലത്തിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണ് പായിപ്പിക്കുന്നവനല്ലയോ? അന്യ പെണ്ണുമായി ചാറ്റിംഗ് നടത്താൻ മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത വ്യക്തിയല്ലയോ? മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോണിലൂടെ രാത്രി സമയങ്ങളിൽ തൊട്ടപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന മാതാവിനെയും പിതാവിനെയും അറിയാതെ മോശമാകുന്ന രീതിയിൽ അന്യ ചെറുപ്പക്കാരനുമായി ചാറ്റിംഗ് നടത്താൻ പെങ്ങളെ, +2 പഠിക്കുന്ന പൊന്നുമോളെ, BA പഠിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കെങ്ങനെയാണ് തോന്നിയത്? മരണത്തെ കുറിച്ചുള്ള ബോധമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി ഒരു ബോധമില്ല, ഖബറിൽ ശിക്ഷയുണ്ടെന്നുള്ള ബോധമില്ല. കേവലം ഒരു പറച്ചിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരും അവരവരുടെ ഹൃദയത്തിലേക്ക് കൈവച്ചുകൊണ്ടെന്ന് ചിന്തിക്കണേ സഹോദര. ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമുക്ക് ആഖിറത്തെ പറ്റി ഭയമുണ്ടോ? ഖബറിനെ കുറിച്ച് ഭയമുണ്ടോ? നരകത്തെ കുറിച്ച് ഭയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹറാമായ തലത്തിലേക്ക് നീ പോകുകയില്ല, ഹറാമായ ചുവട് നീ വെക്കുകയില്ല, ഹറാമായ ചിന്ത നീ വെച്ച് പുലർത്തുകയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പറഞ്ഞു, അല്ലാ, മരണാനന്തര ജീവിതത്തെ പറ്റി, മരിച്ചു പോയവരെ ഒന്ന് പുനർജീവനം നൽകുന്നത് എനിക്കൊന്ന് കാണിച്ചു നൽകാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രമല്ല അല്ലാ, വരാനിരിക്കുന്നതാകുന്ന ജനസഹസ്രങ്ങൾക്ക്, വരാനിരിക്കുന്ന ജനകോടികൾക്ക് പാഠമാണ്. അവർക്കും കൂടി ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ള മാതൃകയാണ്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിൽ ഈമാൻ ഒന്ന് വേറിട്ട് രൂഢമൂലമാകുന്നതിന് വേണ്ടി ഒന്ന് കാണിച്ചു തരണം. എന്ത് കാണിക്കണം? എന്താ കാണിക്കേണ്ടത്? മരിച്ചുപോയവരെങ്ങനെ ജീവിപ്പിക്കുമെന്നുള്ളത് കാണിക്കണം. ആര് പറഞ്ഞു? ആരാ ചോദിക്കുന്നത്? ആരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. എല്ലാ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ പറയണം അലൈഹിസ്സലാം. അത് മങ്കൂസ് മൗലിദി കേൾക്കുമ്പോൾ മാത്രം പോരാ, അല്ലാത്തപ്പോഴും വേണോ അത്? സയ്യിദുനാ ഇബ്രാഹിം, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഒരു പ്രവാചകർക്കും ഇടയിൽ വേർതിരിക്കാൻ പാടില്ല, വേർതിരിക്കുന്നവൻ മുസ്ലിമുമല്ല. എല്ലാ പ്രവാചകന്മാരെയും ബഹുമാനിക്കണം, അല്ലാതെ നമ്മുടെ പ്രവാചകനല്ലല്ലോ എന്ന് പറയാൻ പാടില്ല. സയ്യിദുനാ ഇബ്രാഹിം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് മറുപടി നൽകി, എങ്കിൽ ശരി, നിനക്കിതാ കാണിച്ചു തരാം, തുടങ്ങാൻ പോവാണ് പരിപാടി. എന്താ ചെയ്യാൻ പോകുന്നത്? മരിച്ചുപോയവരെ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാൻ ദൃഷ്ടാന്തം. ഇതോടുകൂടി നമ്മൾ എന്ത് വിശ്വസിക്കണം? മരണാനന്തര ജീവിതം വിശ്വസിക്കണം. കാരണം ഖുർആനിക വചനമാണ്, സൂറത്തുൽ ബഖറയാണ്, 170-ാം സൂക്തമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോണം. മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാൻ നമ്മൾ മണ്ണോട് ചേർന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, 4 പക്ഷികളെ നീ പിടിക്കണം, അതിനെ അറക്കണം, കഷ്ടമാക്കി മുറിക്കണം. എന്നിട്ട് ആ 4 പക്ഷികളെയും കൊണ്ടുപോയി ദൂരെയുള്ളതാകുന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കലർത്തിയതിന് ശേഷം അതിന്റെ മാംസങ്ങളും അതിന്റെ രോമങ്ങളും അതിന്റെ എല്ലാ രോമകൂപങ്ങളും ഒക്കെ കലർത്തിയിട്ട് നീ എന്ത് ചെയ്യണം? 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം. ഈ 4നെയും
അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിടിച്ചു, 4 പക്ഷികളെ പിടിച്ചു. ഒന്ന് പ്രാവ്, മറ്റൊന്ന് മയില്, മൂന്നാമത്തത് കോഴി, നാലാമത്തത് കാക്ക. 4 ജീവികളെ പിടിച്ചു. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? പ്രാവ്, മയില്, കോഴി, കാക്ക. പ്രാവ് വീട്ടിൽ വളർത്തുന്നവരുണ്ട്? ഉണ്ടോ? കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? ആരും ഇല്ല. സ്ഥാനം കൊണ്ടുപോകാനാണോ എന്ന് കരുതിയിട്ടെ. നമുക്കൊന്നും വേണ്ട. ഓരോരുത്തറ വീട്ടിൽ വന്ന് നോക്കണം, അപ്പം അറിയാം എത്ര പ്രാവുണ്ട്. കോവിഡ് വന്നതിന് ശേഷം വീട്ടിൽ മുഴുവൻ പ്രാവും കുഞ്ഞുങ്ങളാണ്, അല്ലേ? പ്രാവുണ്ട്, ചിലർക്ക് മീൻ വളർത്തലുണ്ട്, പല പരിപാടികളാണ്. സലീം സാഹിബിൻ്റെ ഒക്കെ വീട്ടിൽ പോയാൽ മൊത്തം പക്ഷി കുഞ്ഞുങ്ങളാണ്. മീനുണ്ട്, പൂച്ചയുണ്ട്, എല്ലാം ഉണ്ട്. കോഴിയുണ്ട്, ആടുണ്ട്. അള്ളാഹുവർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. അങ്ങനെ വേണം. കോഴിയുള്ളവരൊന്നും ഇവർക്ക് എത്ര പേരുണ്ട്? കോഴി കോഴി കഴിച്ചിട്ട് വന്നവരല്ല, അതായിരിക്കും ചിലപ്പോൾ കൂടുതൽ. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ, ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. നല്ല വെള്ള പൂവൻ കോഴി നല്ലതാണ്, ഒരു വീട്ടിലുണ്ടാവലും സുന്നത്താണ്. ഒരു വീട്ടിൽ വളർത്തൽ നല്ലതാണ്. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അത് അറിയിക്കുന്നതാണ്. നല്ല വെള്ള പൂവൻ കോഴി, നല്ല പൂവൊക്കെ ഉള്ള നല്ല പൂവൻ കോഴി, ചുവന്ന പൂവുള്ള നല്ല വെളുത്ത നല്ല പൂവൻ കോഴി. ഇന്നിപ്പോൾ ആരെങ്കിലും ഇവിടെ കച്ചവടത്തിനുണ്ടെന്നാൽ ഭയങ്കര ഡിമാൻഡായിരിക്കും. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അങ്ങനെ വെള്ള പൂവൻ കോഴി ഉള്ളവരൊന്നും ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. ആശാ. എല്ലാവരും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അതൊക്കെ വേണം. ആടിനെ വളർത്ത മാമിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റഅ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ ഗുണമുണ്ടാവും. നേതൃപടവും അലങ്കരിക്കാൻ സാധിക്കും. എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചിരുന്നവരാണ്. ആട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ആടിൻ്റെ ഒരു പ്രകൃതം. നല്ല ക്ഷമ വേണം, നല്ല ക്ഷമാശീലരാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വീട്ടിലൊക്കെ കുറച്ച് നാളെങ്കിലും, ഒരുപാടില്ലെങ്കിലും കുറച്ച് നാളെങ്കിലും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആടിനെ മേയ്ക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് പറയും. അത് തന്നെ, ആ ബുദ്ധിമുട്ട് സഹിച്ച് നമ്മൾ അതിനെ മേച്ചാൽ അതിനൊരു ഗുണം ജീവിതത്തിൽ ഉണ്ടാകും, ഉറപ്പാണത്. കാരണം ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികളാണ് ആര്? അമ്പിയാക്കൾ. ആ അമ്പിയാക്കൾ എല്ലാവരും ആടിനെ മേച്ചിരുന്നവരാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പം അതിനൊരു ഗുണമുണ്ട്, വലിയ ബറക്കത്തുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നിൽക്കട്ടെ, ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ പ്രാവ്, മയില്, കോഴി, കാക്ക, ഈ 4 സാധനത്തെയും പിടിച്ചു. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുത്തു. അതിനെ കഷ്ണമാക്കി മുറിച്ചു. എന്തിനാ അങ്ങനെ ചെയ്യുന്നതിനാ? അതിനെ പുനർജീവിപ്പിക്കാൻ പോവാണ്, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ അത്രത്തോളം ഇഞ്ചിഞ്ചായി കഷ്ണമാക്കിയതിനെ എങ്ങനെ കൊണ്ടുവരും, അതിനാണ് നോക്കുന്നത്. ശരിക്കും നല്ല കഷ്ണമാക്കി, ഷവർമയ്ക്കൊക്കെ മുറിക്കുന്നത് പോലെ മുറിച്ചു എന്നർത്ഥം. അങ്ങനെ പറഞ്ഞാൽ വേഗം തിരിയുമല്ലോ. അങ്ങനെ മുറിച്ച് റെഡിയാക്കി. ഖുർആൻ പറഞ്ഞ ചരിത്രം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൊട്ടടുത്ത് കാണുന്നതാകുന്ന പർവ്വതങ്ങൾക്ക്, 4 പർവ്വതത്തിന്റെ മുകളിൽ ഈ 4 പക്ഷികളെയും കലർത്തി, മാംസങ്ങൾ കലർത്തി, അതിന്റെ തൂവലുകളുണ്ട്, അതിന്റെ രോമങ്ങളുണ്ട്, ഒക്കെ കലർത്തിയിട്ട് ആ 4 പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി ഇതിന്റെ അംശം കൊണ്ടുപോയി വെക്കാണ് എല്ലാത്തിന്റെയും. എന്നിട്ട് തല മാത്രം കയ്യിൽ പിടിച്ചു, ഓരോന്നിന്റെയും തല മാത്രം. എല്ലാത്തിൻ്റെയും തലയുണ്ട്. പ്രാവിൻ്റെ ഉണ്ട്, മയിലിൻ്റെ ഉണ്ട്, കോഴിയുടെ ഉണ്ട്, കാക്കയുടെ ഉണ്ട്. എന്നിട്ട് ഈ തല മാത്രം പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടവര്, ഖുർആനാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ഖാല ഫഖുദ് അർബഅതം മിനത്ത്-ത്വയ്ർ فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4 പക്ഷികളെയും അറുത്തിട്ട് അതിൻ്റെതാകുന്ന കഷ്ണങ്ങൾ കൊണ്ടുപോയി 4 പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അതിന്റെ തലകൾ 4 കൈകളിൽ പിടിച്ചുകൊണ്ട് ആ ജീവജാലങ്ങളെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ്, തആലൈൻ തആലൈൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആ പക്ഷികൾ അതിൻ്റെതാകുന്ന തൂവലിലേക്ക് വന്നുകൊണ്ട് ചേരുകയാണ്. അതിന്റെ മാംസങ്ങൾ വന്നുകൊണ്ട് ചേരുകയാണ്. ഏത് രീതിയിലാണോ, ഏത് കോലത്തിലാണോ, ഏത് ഭാവത്തിലാണോ അതുണ്ടായിരുന്നത്, ഓരോന്നും അതിൻ്റെതാകുന്ന രൂപം പഴയ രൂപത്തിലേക്ക് പ്രാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സുമ്മ ദുഉഹുന്ന യഅതീനക സഅയാ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോ അവകളിതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് നടന്നു വരുകയാണ്. തലയില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ഓരോ ജീവജാലങ്ങളും നടന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4ന്റെയും തലകൾ കൈപിടിച്ചുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ്, തആലൈൻ വരുക. ഓരോ പക്ഷികളും അതിൻ്റെതാകുന്ന തലകളിലേക്ക് വന്നുകൊണ്ട് ശരീരം വന്നുകൊണ്ട് ചേരുകയാണ്, ഉടല് വന്നുകൊണ്ട് ചേരുകയാണ്. പൂർവാധികം ഭംഗിയായി, രൂപത്തിലായി, കോലത്തിലായി, ആത്മാവുതപ്പെട്ട നിലയിൽ അത് നിലകൊള്ളുകയാ. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബ് എത്ര വലിയതാകുന്ന അറിവുള്ള വ്യക്തിത്വമാണ്, എത്ര വലിയ തത്വജ്ഞാനമുള്ള വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അജയ്യനല്ലയോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, എന്തിനാണ് ഈ ചരിത്രം തന്നെ തുടക്കത്തിൽ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുന്നത്, മരിച്ച മണ്ണോട് നീ എത്ര കഷ്ടമായി നുരുമ്പിപ്പോയാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നാളെ മഹ്ശറയിലേക്ക് പുനർജീവിപ്പിക്കുന്ന നാളുകളിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നീ ഏത് യുദ്ധത്തിൽ മരിക്കട്ടെ, ഏത് വെടികൊണ്ട് മരിക്കട്ടെ, ശത്രുവിൻ്റെതാകുന്ന കുത്തേറ്റ് മരിക്കട്ടെ, സ്വയം മരിക്കട്ടെ, ഏത് രീതിയിൽ മരണപ്പെട്ടാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ളവനാണ് അല്ലാഹ്. ഈ ദുനിയാവിൽ നിന്നെ കത്തിച്ച് ചാമ്പലാക്കിയാലും നിന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ കണക്കെ കൃത്യമായി തിരിച്ചു കൊണ്ടുവരാൻ കെൽപ്പുള്ളവനാണ്, എബിലിറ്റി ഉള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധോദയം ഉണ്ടാവണേ. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയാണ് ഈ ചരിത്രം പറഞ്ഞത്. ഇനി ആരും അങ്ങനെ അവിശ്വസിക്കാൻ പാടില്ല, മരിച്ചതിന് ശേഷം ഒന്നുമില്ല, സ്വർഗമൊന്നുമില്ല, നരകമൊന്നുമില്ല, എല്ലാം ഉണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മുഖേന നമുക്ക് പഠിപ്പിച്ച ചരിത്രമാണ് ഈ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് ഈ മാസത്തിൽ പറയൽ വളരെ പുണ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുക നിങ്ങൾ. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം ഉറപ്പായ നമ്മൾ ഇനി എന്ത് ചെയ്യണം? മരിച്ചതിന് ശേഷമുള്ള അഥവാ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതാണ് ഇനി ചെയ്യേണ്ടത്. ഇപ്പൊ എത്ര വയസ്സായി എന്നോട് പറയണ്ട. ഓരോരുത്തരും അവരവരുടെ വയസ്സൊന്ന് ചിന്തിക്കും. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അത് കഴിഞ്ഞ് ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം എന്ന് പറഞ്ഞ് പിന്തിച്ച് എത്ര കർമ്മങ്ങൾ എത്ര വൈകി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇശാ നിസ്കരിച്ചിട്ട് വന്ന ആളുകൾ തന്നെ നിസ്കാരം അത് സ്വഹീഹായി നിസ്കരിച്ചിട്ടുണ്ടോ, അത് കറക്റ്റായി നീ ഒതുവെടുത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സാധനം പറയാൻ പറ്റൂല. നിസ്കരിച്ചാൽ നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. നമുക്ക് ഉറപ്പിച്ച് നിസ്കരിക്കാം. അപ്പം അത് നാളെ നമുക്ക് പിന്നെ നിസ്കരിക്കാം, നാളെ അടുത്ത ദിവസം നമുക്ക് നല്ല ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തായിട്ട് നിസ്കരിക്കാം. ഈ നാളെയുടെ പറച്ചിൽ എത്തിയിട്ട് ഇപ്പൊ എത്രയായി? വയസ്സിപ്പോ എത്രയായി? താടി നരച്ചു, രോമകൂമങ്ങൾ പലതും നരച്ചു, പല ആളുകളും മരണത്തിലേക്ക് ഊന്നി നിൽക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടി ഹറാമായി ഡൈയും ചെയ്ത് നിൽക്കാൻ, എങ്ങനെയെങ്കിലും നരച്ചിട്ടില്ല എന്നറിയിക്കാൻ, കണ്ണാടിയുടെ മുന്നിലെങ്കിലും നര ബാധിച്ചിട്ടില്ല, യുവ കോമളനാണെന്ന് അറിയിക്കാനാണ് നമ്മൾ നിലകൊള്ളുന്നത്.
നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ കാലഘട്ട ജീവിതത്തിൽ എത്ര സുഹൃതം അനുഷ്ഠിച്ചു? ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കും. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പിന്തിച്ചു പോവാൻ. എപ്പോഴാണ് നമുക്ക് സുഹൃതം ചെയ്യാൻ അവസരം ലഭിക്കുക? എപ്പോഴാണ് അവസരം ലഭിക്കുക? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ യൗമിൻ ഇല്ലാ അഖറജ ഇലാ അഹ്ലി ദുനിയാ ഫയുനാദി യബ്ന ആദം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ഈ ദുനിയാവിന്റെ അഹ്ലുകാരിലേക്ക് ദിവസം വന്നുകൊണ്ട് വിളിച്ചു പറയുമത്രേ, ആദമിന്റെ സന്തതിയെ, ആദമിന്റെ പൊന്നുമോനെ, ഇഗ്തനിമനി, നീ എന്നെ ശരിക്കൊന്ന് മുതലാക്കണേ. നീ ഈ ദിവസത്തെ വെറുതെ കളഞ്ഞു കുളിക്കല്ലേ. അനാവശ്യമാകുന്ന സംസാരങ്ങൾ നടത്തിക്കൊണ്ട് ഈ ദിവസത്തെ നീ ഹനിച്ചു കളയല്ലേ. നമസ്കരിക്കാതെ പോകരുതേ, നോമ്പ് നോൽക്കാതെ പോകരുതേ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ പോകരുതേ, നിരാലംബര കവലംബമാകാതെ പോകരുതേ. സുഹൃതങ്ങൾ ധാരാളം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദിവസത്തെ നീ ധന്യമാക്കണേ. യഗ്തനിമനി ഫലഅല്ലഹു ലാ ലൈല ലാ യൗമ ലക ബഅദി. കാരണം ഇതിനു ശേഷം ഈ പകല് നിനക്ക് ഇല്ലാതായേക്കാം. ഇനി ഒരിക്കലും ഈ ദിവസം മടങ്ങി വരുകയില്ല. ഇനി ഒരിക്കലും ഈ പകല് നിന്നിലേക്ക് മടങ്ങി വരുകയില്ല. അതുകൊണ്ട് ഈ പകലിനെ നീ ശരിക്ക് ഇബാദത്ത് എടുക്കണേ എന്ന് ഓരോ പ്രഭാതവും വന്നുകൊണ്ട് ഓരോ മനുഷ്യരുടെ അടുക്കലും വന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വലാ ലൈലത്തുൻ തുനാദി യബ്ന ആദം. എല്ലാ രാത്രിയും ഓരോ രാത്രികളും വന്നുകൊണ്ട് മനുഷ്യരുടെ അടുക്കൽ വിളിച്ചു പറയുകയാണ്, ഇന്നത്തെ മഗ്രിബ് അസ്തമയം വന്നപ്പോൾ, സൂര്യൻ അസ്തമിച്ചപ്പോൾ, സൂര്യന് പടിഞ്ഞാറിലേക്ക് വന്നുകൊണ്ട് അസ്തമയം തൂകിയപ്പോ, ഈ അസ്തമയത്തിൻ്റെതാകുന്ന സന്ദർഭത്തിലും ലോകത്തോട് രാത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, യഗ്തനിമനി, നീ എന്നെ ശരിക്ക് മുതലാക്കണേ. നീ ഈ രാത്രിയെ ശരിക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. മുൻഗാമികളാകുന്ന ആളുകൾ ഇബാദത്ത് എടുത്തത് രാത്രിയിലാണ്. എത്ര ഔലിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര മഹാന്മാര് കഴിഞ്ഞുപോയി, എത്ര മഹിളകൾ കഴിഞ്ഞുപോയി. അവരെല്ലാവരും രാത്രിയിൽ ഉറക്കം ഒഴിച്ചുകൊണ്ട് ഇബാദത്ത് എടുത്തവരാണ്. അതുകൊണ്ട് രാത്രികൾ വന്നുകൊണ്ട് മനുഷ്യന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ആദമിന്റെ സന്തതികളെ, അല്ലയോ പെങ്ങളെ, സഹോദര സഹോദരി, യഗ്തനിമനി, എന്നെയൊന്ന് ശരിക്കൊന്ന് അമൽ ചെയ്യാൻ നിങ്ങൾ മുതലാക്കണേ. ഈ രാത്രിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. ഖുർആൻ ഓതുന്ന വീടാക്കണേ, ദിക്ർ ചെല്ലുന്ന വീടാക്കണേ, സ്വലാത്ത് അധികരിപ്പിക്കുന്ന വീടാക്കണേ, ഇശാ മഗ്രിബിനിടയിൽ യാസീൻ ഓതുന്ന വീടാക്കണേ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീടാക്കണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന വീടാക്കണേ. ഹറാമാകുന്ന തലത്തിലേക്ക് കണ്ണുകൊണ്ടു പോകരുതേ, ഒരു സീരിയൽ ദർശിക്കുന്ന തലത്തിലേക്ക് പോകരുതേ. ഫലഅല്ലഹു ലാ ലൈലത ലക ബഅദി. ഒരുപക്ഷേ ഈ രാത്രി കഴിഞ്ഞതിന് ശേഷം നിനക്ക് മറ്റൊരു രാത്രി കിട്ടാതെ വന്നു പോയേക്കാം. അടുത്ത രാത്രിക്ക് ശേഷം, അടുത്ത രാത്രിക്ക് മുമ്പായിട്ട് നീ മരണപ്പെട്ടേക്കാം. ഈ രാത്രി ഒരിക്കലും നിനക്ക് തിരിച്ചു വരാതായേക്കാം. ഇന്നത്തെ രാത്രിയും ഇന്നത്തേതാകുന്ന പകലുകളും ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവണേ, നിനക്കുണ്ടാവണേ. അതുകൊണ്ട് യഗ്തനിമനി, നീ ഇബാദത്ത് എടുക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരണേ എന്ന് ഓരോ ദിവസവും നിന്നോട് പറയുന്നുണ്ടെന്ന്, ആ ദിവസങ്ങൾ വന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, ദിവസങ്ങൾ വന്നുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, യബ്ന
ആദം, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഇന്നി യൗമുൻ ജദീദ്, ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും നിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാനൊരു പുതിയ ദിവസമാ, ഒരു പുതിയ ദിവസമാണ് നിനക്കിതാ അള്ളാഹു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസത്തെ നീ മുതലാക്കണം, നീ അമൽ ചെയ്യണം, നീ നിസ്കരിക്കണം, നീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഈ ദിവസത്തിൽ ഏതെല്ലാം സുകൃതങ്ങൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട് പടച്ചറപ്പിലേക്ക് അടുക്കാൻ സാധിക്കുമോ, ആ സുകൃതങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. ഓരോ ദിവസവും നിന്റെ അടുക്കൽ പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസങ്ങളും എന്ന് പറയുന്നുണ്ട്, നീ എന്നെ മുതലാക്കിക്കോ. ഓരോ പകലും പറയും, ഓരോ രാത്രിയും പറയും. ഇനി നിന്നിലേക്ക് മടക്കമില്ല, ഇനി മടങ്ങുന്നില്ല. അതുകൊണ്ട് ഈ പകല് ശരിക്കും നീ ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ നീ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. എല്ലാ രാത്രിയും ഒന്നുകൊണ്ട് പറയുന്നു, നീ ഈ രാത്രി ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ പ്രയാസമാകും. ഇതൊക്കെ കേട്ടിട്ടും നമ്മളിങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കാൻ, എല്ലാ പ്രഭാതവും പ്രദോഷവും നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, മുതലാക്കണേ, അമൽ ചെയ്യണേ എന്ന് പറയുന്നു. നമ്മളെപ്പോഴും പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. സുബഹി നിസ്കരിക്കുന്നില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല, ഒരു വഖത്ത് പോലും ജമാഅത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്താ ഈ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ? മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ്? എവിടേക്ക് പോയി? കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ നമസ്കാരം ജുമുഅകൾ വീട്ടിൽ നമസ്കരിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് ഫത്വ നൽകിയപ്പോ, ഇന്നത്തെ സാഹചര്യത്തിലും കോവിഡ് കഴിഞ്ഞതിന് ശേഷവും എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വീട്ടിൽ തന്നെ നമസ്കാരം അതേപോലെ നിലനിർത്തി പോരുന്നവരുണ്ട്. ജുമുഅ ശ്രദ്ധിക്കുന്നില്ല, പള്ളിയിലേക്ക് വരുന്നില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. നഊദുബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. സാധാ ഇപ്പൊ കുരങ്ങുപനി ഉണ്ടല്ലോ എന്നാ പറയുന്നത്. കുരങ്ങുപനി പറയുന്നുണ്ട്, അവസാനം കുരങ്ങാകാതിരുന്നാൽ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തെങ്കിലും കാരണമുണ്ട്, എപ്പോഴും അത് തന്നെ. ക്വാറന്റൈനിലാണ് ഉസ്താദെ എന്നാ പറയുന്നത്. ക്വാറന്റൈൻ കഴിഞ്ഞിട്ടില്ല, വർഷം 2 കഴിഞ്ഞിട്ട് ഇവന്റെ ക്വാറന്റൈൻ തീർന്നിട്ടില്ല. പള്ളിയിലേക്ക് കാണുന്നില്ല, ജമാഅത്തിനില്ല, ജുമുഅക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഇൻ, ആരെങ്കിലും 3 ജുമുഅ ഒഴിവാക്കിയാൽ ബിഗൈരി ഉദ്രിൻ, അകാരണമായിട്ടാണ് ജുമുഅ ഒഴിവാക്കിയത് എങ്കിൽ, തബഅല്ലാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലേക്ക് കുഫ്രിയത്തിന്റെ അവിശ്വാസത്തിന്റെ സീൽ പതിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. എത്രയെത്ര ചെറുപ്പക്കാര് ഈ വിഭാഗത്തിൽ പെട്ടുപോയവരുണ്ട്, എത്രയോ കച്ചവടക്കാരുണ്ട്, എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. പള്ളി തൊട്ടടുത്തുണ്ടായിട്ട് പോലും ജുമുഅക്ക് പോലും വരാത്ത ആളുകളില്ലേ. മൻ തറക സലാസ ജുമുഅൻ ബിഗൈരി ഉദ്രിൻ തബഅല്ലാഹു ഫീ ഖൽബിഹി. യാതൊരുവിധ കാരണവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ജുമുഅ ഒഴിവാക്കുന്നവരെ പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ രക്ഷിതാക്കളെ. പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിന്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ, മക്കളെ നീ പള്ളിയിലേക്ക് പറഞ്ഞു വിടണേ. 3 ജുമുഅ അകാരണമായി ഒഴിവാക്കിയാൽ കുഫ്രിയത്തിന്റെ സീല് പതിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല. നിസ്കാരം ചിട്ട വെക്കണം. നമ്മൾ പിറകോട്ട് പോയില്ലേ? ഇന്നത്തെ ഒരു ദിവസം തന്നെ എടുത്തു നോക്കി, എത്ര പേര് സുബഹിക്ക് നമ്മുടെ ജമാഅത്തിൽ പള്ളിയിലുണ്ടായിരുന്നു? ളുഹറിനുണ്ടായിരുന്നു, അസറിനുണ്ടായിരുന്നു, മഗ്രിബിനുണ്ടായിരുന്നു, ഇശാഇനുണ്ടായിരുന്നു. ചിന്തിക്കുന്നു, ഇന്നത്തെ ഒരു ദിവസം. ഒരു കാര്യമില്ല. വീട്ടിൽ തന്നെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു കാര്യമില്ല. ടൗണിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്, ജമാഅത്ത് ശ്രദ്ധിക്കുന്നില്ല. മുഅ്മിനായ മനുഷ്യനും കാഫിറിനും ഇടയിലുള്ളതാകുന്ന വ്യത്യാസം നിസ്കാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ള ഐഡന്റിറ്റി അത് നിസ്കാരമാണ്. നിസ്കരിക്കുന്നവൻ മുഅ്മിൻ, അല്ലാത്തവൻ അവിശ്വാസിയാണ്, മുനാഫിക്കാണ്. അവിടെ വിശ്വാസിയാണ്, അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ജുമുഅ ജമാഅത്തുകൾക്ക് പിന്തുന്നവരെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു. സ്വഹാബത്ത് പറയാണ്,
മഅലൂമുൻ നിഫാഖാണവൻ, കാപട്യം അറിയപ്പെട്ട വ്യക്തിത്വമാണ്. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് വീടുകളിൽ ഇരിക്കുന്ന ആളുകൾ, ജമാഅത്തിന് വരാത്ത വ്യക്തികളെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. നഊദു ബില്ലാഹ്. നിസ്കരിക്കാത്തവനെ അല്ല, നിസ്കരിക്കുമായിരിക്കും, പക്ഷെ പള്ളിയിൽ വരുന്നില്ല, ജമാഅത്തിന് വരുത്തില്ല, അങ്ങനത്തെ ആളുകളെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു എന്ന് സ്വഹാബത്ത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമുക്കൊരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ നമ്മളത് ചെന്ന് പറയേണ്ട ഇടം അത് പള്ളിയാണ്. മുഅ്മിനീങ്ങൾ വിഷമവും സങ്കടവും വരുമ്പോ എവിടെ വരണം? പള്ളിയിൽ വന്ന് പറഞ്ഞു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. كان النبي صلى الله عليه وسلم إذا هزمه أمر فزع إلى المسجد وصلى ركعتين. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും കാര്യമുണ്ടായാൽ, വിഷമമുണ്ടായാൽ ആദരവായ പ്രവാചകർ ചെയ്യാറുള്ളത് നേരെ പള്ളിയിലേക്ക് വരുമായിരുന്നു. ഫസിഅഇലൽ മുസല്ലാ, അള്ളാന്റെ പള്ളിയിലേക്ക് വരുകയാണ്, തിരുസമക്ഷത്തിലേക്ക് വരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിന് തീർക്കാൻ പറ്റാത്ത വിഷമം ഏതാണ് സോദരാ? അവന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത വിഷമം ഏതാണ് സോദരി? അള്ളാന്റെ മുന്നിൽ വന്നുകൊണ്ട് നമ്മുടെ ശിരസ്കരനാവുകയാണ്. 2 റക്അത്ത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി. യാത്ര തുടങ്ങുന്നതും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ആ പള്ളിയിൽ നിന്ന് തന്നെ ഹബീബ് റസൂലുള്ളാഹി. നാട്ടിലേക്ക് വന്ന ആദ്യം ഇവിടെ വരും, പള്ളി വരും, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുള്ളൂ. ഏത് സമയത്തും ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ പള്ളിയാണെങ്കിലോ, പ്രവാസിയായ ആണെങ്കിൽ പോലും നാട്ടിലെത്തിയിട്ട് പിന്നെ അവനൊരു പോകാൻ നേരത്തായിരിക്കും ചിലപ്പോൾ വരിക, ചിലപ്പോൾ പള്ളിയിലോട്ട്. അത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും തട്ടുകേട് പറ്റണം, അല്ലെങ്കിൽ ചിലപ്പോൾ പള്ളിയിലോട്ട് വരൂല. ഒന്നില്ലേ ജോലി ഇല്ലാതായി, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ മാത്രം പള്ളിയിൽ. എല്ലാവരും അല്ല, ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അവർക്ക് നന്നാകാനാണല്ലോ വാഴുന്നത്. അതുപോലെ തന്നെ കച്ചവടക്കാര് ബിസിനസ് കൂടി കഴിയുമ്പോ പിന്നെ പള്ളിയില്ല, പള്ളിക്കാരുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല, ധീരമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, പള്ളിയിൽ നിസ്കരിക്കുന്നില്ല. മനോഹരമാകുന്ന താഴികക്കുടങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ പള്ളിയിൽ നമസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാണ്. നല്ല പള്ളി, പൂശ്ശേരിക്കോട്ട പള്ളി, മനോഹരമായ പള്ളി, താഴികക്കുടം എല്ലാം ഉണ്ട്, പക്ഷെ ആളുകൾ നിസ്കരിക്കാനില്ലെങ്കിൽ ഹല്ലി വല്ലി തീർന്ന് എല്ലാം കഴിഞ്ഞ് ഹറാബ്. അല്ലാഹു മലക്കാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിത്തത്തു അശിയാ ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. സ്വഹാബ സിത്തത്തു അശിയാ, 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ. ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അത് ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദരവായ പ്രവാചകൻ ആദ്യമായി പറയുകയാണ്, അൽ മസ്ജിദു ഹുന്ന ഗരീബത്തുൻ, പള്ളി അത് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. മനോഹരമായ മിനാരങ്ങളുണ്ട്, മനോഹരമായ താഴികക്കുടങ്ങളുണ്ട്, മനോഹരമാകുന്ന രീതിയിൽ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. പള്ളിയിൽ നല്ല മൈക്ക് സെറ്റ് ഉണ്ട്, സമുന്നതരായ ആലിമീങ്ങളുണ്ട്, നല്ല ഖിറാഅത്തിന്റെ വശ്യസുന്ദരമായ രീതിയിൽ ഖുർആൻ ഓതുന്ന സമുന്നതരായ ഇമാമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. എല്ലാ നിലയ്ക്കും ബറക്കത്തുള്ള പള്ളിയാണ്. ആത്മീയമാകുന്ന ഉയർച്ചയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന പള്ളിയാണ്. പക്ഷേ ആ പള്ളി ഒറ്റപ്പെട്ടു പോകുമേ.
ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. ആ പള്ളിയിൽ നമസ്കരിക്കാൻ ആളുകളില്ല എങ്കിൽ, ആ പള്ളിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ആളുകളില്ല എങ്കിൽ ആ പള്ളി ഒറ്റപ്പെട്ടു പോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ എന്ത് വേണം? പള്ളിയിൽ എന്താ വേണ്ടത്? നിസ്കാരം വേണം. പള്ളി നിസ്കാരം വേണം, അതാണ് വേണ്ടത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി പറയുകയാണ്, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 കാര്യങ്ങളെ എണ്ണിയിട്ട് പ്രവാചകൻ രണ്ടാമതായി പറയുകയാണ്, വൽ മുസ്ഹഫ് ഗരീബുൻ ഫീ മൻസിലി ഖൗമിൻ ലാ യഖറഊന ഫീ. ഒരു വീട്ടിലുള്ളതാകുന്ന ഖുർആൻ മുസ്ഹഫ് ഒറ്റപ്പെട്ടു പോകുമേ, ആ വീട്ടിലുള്ളവർ ആരും തന്നെ ആ ഖുർആനിനെ മുസ്ഹഫിനെ പാരായണം ചെയ്യുന്നില്ല എങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വൽ മുസ്ഹഫ് ഗരീബുൻ ഫീ മൻസിലിൻ ലാ യഖറഊന ഫീഹി. ഒരു വീട്ടിൽ ഖുർആൻ ഉണ്ട്. ഖുർആൻ എത്ര എണ്ണം ഉണ്ട്? ഓരോരുത്തരും അവരുടെ വീട്ടിൽ ചിലപ്പോൾ 4 ഉണ്ടാകും, 5 ഉണ്ടാകും, ചിലരുടെ വീട്ടിൽ 1 ഉണ്ടാകും. പക്ഷെ ആ ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ആ ഖുർആൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി അങ്ങനെ വരാൻ പാടില്ല. വന്നിരുന്നത് എന്താകും? നാശമാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അത് നാശത്തിനുള്ള വഴിതെളിക്കലാണ്. അത് ഈ ഉമ്മത്തിന്റെ നാശത്തിന്റെ വഴിതെളിക്കലാണ്. ഖുർആൻ വീട്ടിലുണ്ട്, പക്ഷേ ആ ഖുർആൻ ഓതപ്പെടുന്നില്ല എങ്കിൽ വീട്ടിലുള്ളവർക്ക് മുഴുവനും ശാപം ഖുർആൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നാ പിന്നെ നാളെ തന്നെ ഖുർആൻ അങ്ങ് വിറ്റേക്ക അവസാനം, അപ്പൊ പിന്നെ ശാപമില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന കൗമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ ഓതിയില്ല എങ്കിൽ ഖുർആൻ ശപിക്കും, പിന്നെ ആ ഖുർആൻ അങ്ങ് വിറ്റേക്കാം, അപ്പൊ പിന്നെ ശാപമില്ല, റാഹത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വീട്ടിൽ ഖുർആൻ ബറക്കത്തിന്റെ കേദാരമാണ്. അതുകൊണ്ടല്ലേ ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ നമ്മൾ എന്ത് ഖുർആൻ കൈക്ക് പിടിച്ചുകൊണ്ട് കയറുന്നത്? അതൊരു ശുഭലക്ഷണമാണ്. എന്നിട്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. വല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് ഒരു വീട്ടിൽ പരിപൂർണമായി നീ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് കടക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, ഏർവാടിയിലൊക്കെ നിലകൊള്ളുന്ന മുസ്ലിമേ, നിന്റെ വീട്ടിൽ ഡെയിലി പാരായണം ചെയ്യേണ്ട സൂക്തമാണ് സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യണം. അതെ, അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? 2.5 ജുസു ഇല്ലേ? ശൈത്താൻ ഇറങ്ങണോ? കുറച്ച് പണിയാണ്. ഇതോത്, അല്ലാഹു തൗഫീഖ് തരട്ടെ. പിശാച് ഇറങ്ങണോ? എങ്കിൽ ഇതോതിയാൽ ഇറങ്ങുമെന്ന് ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. പിന്നെന്താ ഓതിക്കൂടെ? ഒരു വീട് ഉദ്ഘാടിക്കുമ്പോൾ സൂറത്തുൽ ബഖറ ഓതിൻ, എല്ലാവരും ഖുർആൻ എടുത്ത് ഓതിൻ. ഇല്ലെങ്കിൽ ആ വീട്ടുകാരനെങ്കിലും ആ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. സൂറത്തുൽ അൻആം ഐശ്വര്യത്തിന് വേണ്ടിയുള്ള സൂക്തമാണ്, അധ്യായമാണ്. ആ അധ്യായം പൂർണ്ണമായി പാരായണം ചെയ്യുക. ആരാണിത് ശ്രദ്ധിക്കുന്നവർ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഖത്മ് തീർക്കൻ. മുതഅല്ലിമീങ്ങളെ വിളിക്കൻ. നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ മുതഅല്ലിമീങ്ങൾ, അവരെ വിളിക്കൻ, ഉസ്താദിനെയും വിളിക്കൻ. സുബൈക്ക് ശേഷം അവരെല്ലാവരും കൂടി ഓരോ ജുസ് പാരായണം ചെയ്തിട്ട് 30 ജുസ് ഓതിയിട്ട് ഖത്മ് ഓതി ദ്വാരക്കട്ടെ. 1 മണിക്കൂർ മതി. 1 മണിക്കൂർ കൊണ്ട് ഒരു ഖത്മ് ഓതി മാഷാ അല്ലാഹ് അങ്ങനെ വീട് ഉദ്ഘാടിക്കട്ടെ. ഉദ്ഘാടിച്ച വീട്ടിൽ തന്നെ ഇങ്ങനെ അമൽ ചെയ്യട്ടെ. ആ വീട്ടിൽ പിശാച് ഉണ്ടാവൂല, പൈശാചിക ഉപദ്രവങ്ങൾ ഒഴിയും, മക്കള് സ്വാലിഹീങ്ങളാകും. കാരണം ആ വീടിൻ്റെതാകുന്ന തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഖുർആനിൻ്റെതാകുന്ന വിസ്ഫോടനമുണ്ടായി. ഖുർആനിന്റെ ആയത്തുകൾ കേറപ്പി പിശാച് ഉടൻ. അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കാൻ പറയുന്നത്. വീട്ടിൽ എന്ത് കൊടുക്കണം? ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കണം? ഉറക്കം പറയും, ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കാൻ ആദ്യം പഠിക്കണം, എന്നാലേ ഉള്ളൂ. ഇത് ഹയ്യാല സലാ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കറങ്ങി കറങ്ങി നിൽക്കുകയാണ്. ബാങ്ക് ആദ്യം പഠിക്കണം, എന്നിട്ട് ബാങ്ക് നല്ലതുപോലെ വീട്ടിൽ കൊടുക്കണം. വീട്ടിലുള്ള ആ വീട്ടിൽ കറക്റ്റ് കേൾക്കുന്ന രീതി. റമദാന് മഗ്‌രിബിന്റെ സമയത്തൊന്നും കൊടുത്തേക്കല്ല, ബാക്കിയുള്ളവർ നോമ്പ് പറയും. അല്ലാത്ത സമയത്ത് ചെറിയൊരു ശബ്ദത്തിൽ നമ്മുടെ ആ വീടുകളിൽ റൂമുകൾ കേൾക്കുന്ന രീതിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇത് മതി. അങ്ങനെ കൊണ്ട് ബാങ്ക് കൊടുത്തേ. പാപ്പ തന്നെ കൊടുക്കുക അങ്ങനെ വീടുകളിൽ.
ഈ ബാങ്കിന്റെ ശബ്ദം എത്തുന്നിടത്തുനിന്നൊക്കെ പിശാചോടും. മൈക്ക് കെട്ടി വലിയ ശബ്ദത്തിൽ കൊടുക്കൊന്നും വേണ്ട, ഈ പറഞ്ഞ നേരിയ ശബ്ദത്തിൽ കൊടുത്താൽ മതി. അവനവന്റെ ശബ്ദത്തിനനുസരിച്ച് പിശാചോടും. പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവൂല. വീട്ടിൽ സംരക്ഷണം ഉറപ്പാണ്. നിങ്ങൾ ചെയ്തു നോക്കി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ, ചെറിയ മക്കള് രാത്രിയിൽ വലിയ കരച്ചിലുണ്ടാകുമ്പോ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത്. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കണം ആ സമയത്ത്. അത് ജനിച്ചപ്പോ മാത്രം കൊടുത്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യാമെന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറദത്തും മിനൽ ജിന്ന്, കുരുത്തക്കേടുള്ളതാകുന്ന പിശാചിന്റെ ഉപദ്രവങ്ങൾ കുട്ടികൾ കേൾക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാ? വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും അങ്ങനെ കൊടുത്തു നോക്കിയ കുട്ടി നല്ല ശാന്ത സുന്ദരമായി ഉറങ്ങുന്നതായി കാണാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചപ്പോ, ഖുർആൻ ഓതിയപ്പോ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൽ ഖുർആനു ഗരീബുൻ, ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമേ, ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമേ, ഫീ ഖൽബി റജുലിൻ ഫാസിഖിൻ, കാപട്യമുള്ളതാകുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഖുർആൻ നൽകപ്പെട്ടത് എങ്കിൽ ആ ഖുർആനും ഒറ്റപ്പെട്ടു പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകും 6 സ്ഥലങ്ങളിൽ. അതിൽ ഒന്നാണെന്ന് പറഞ്ഞത് പള്ളികൾ. ആ പള്ളികളിൽ ജനങ്ങൾ നിസ്കരിക്കാൻ വന്നില്ല എങ്കിൽ പള്ളി ഒറ്റപ്പെട്ടു പോകും. 2 മുസഹഫാണ്. ഒരു വീട്ടിൽ ഒരു മുസഹഫ് ഉണ്ട്, പക്ഷെ അത് ഓതാൻ ആരുമില്ല എങ്കിൽ ആ വീട്ടിൽ ആ മുസഹഫ് ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി. 3 ഖുർആനാണ്. കാപട്യമുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ഖുർആൻ നൽകി. ചിലര് ഹാഫിളായി, പക്ഷെ അവൻ തെമ്മാടിയാണ്. ആ തെമ്മാടിയുടെ ഹൃദയത്തിൽ ഖുർആൻ ഇരിക്കെ എന്ത് കാര്യം? ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കും ഇല്ല. ഇവനെ ഓതുന്നുമില്ല, ഒരാളെ ഇട്ട് ഓദിക്കുന്നുമില്ല. ഇവനിങ്ങനെ സിനിമ കണ്ടും സീരിയൽ കണ്ടും ഹറാമ് ദർശിച്ചോട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ. അല്ലെ, ചില മക്കൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഓതാൻ പറ്റിയിട്ടുണ്ട്, ഹിഫ്ള് കുറച്ചായി അല്ലെങ്കിൽ ഹിഫ്ള് പൂർത്തിയായിട്ട് ഹാഫിളാണ്, പക്ഷെ അവനറിയാത്ത സിനിമാ പാട്ടൊന്നുമില്ല, എല്ലാം പാടിക്കൊണ്ട് നടക്കാൻ. പുതിയ ലേറ്റസ്റ്റ് പടം ഇറങ്ങിയത് വരെ അവനറിയാം. KGF 2 കണ്ട് 3 കാത്തിരിക്കുക. എന്ത് വേണോന്ന് ചോദിക്കുന്നത്. അങ്ങനത്തെ ടീമുകളുണ്ട്. അതാണ് പറഞ്ഞത് വൽ ഖുർആനു ഗരീബുൻ ഫീ ഖൽബി റജുലിൻ ഫാസിഖിൻ, കാപട്യമുള്ളവന്റെ ഹൃദയത്തിൽ ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. തീർന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വറജുലുൽ മുസ്ലിമൂ المسلم الصالح غريب في بيت امرأة رديئة سيئة الخلق. മുസ്ലിമായ സാലിഹായ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകും. ഒരു പെണ്ണാണ്, പക്ഷേ ആ പെണ്ണിന്റെ വീട്ടിൽ അഥവാ അവൻ വിവാഹം ചെയ്തതാകുന്ന പെണ്ണ് മോശപ്പെട്ട പെണ്ണാണ്, അവൾ ദീനീ ബോധമില്ലാത്ത പെണ്ണാണ് എങ്കിൽ ആ പുരുഷൻ അവളുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവനാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭർത്താവ് നല്ല സാലിഹായ മനുഷ്യൻ, ഖുർആൻ ഓതും, നിസ്കരിക്കും, ഇബാദത്തുണ്ട്, പക്ഷെ ഭാര്യ നേരെ തലതിരിവ് എങ്കിൽ ആ വീട്ടിൽ ആ പാവപ്പെട്ടവൻ ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി. 5 നബിതങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞു, വൽ മർഅത്തു സ്വാലിഹത്തു ഗരീബത്തുൻ ഫീ ബൈത്തി റജുലിൻ ഫാസിഖിൻ റദീഉൽ ഖുൽഖ്. മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ളതാകുന്ന കള്ളു കുടിക്കുന്ന ഒരു മ്ലേച്ഛനായ മനുഷ്യന്റെ കീഴിൽ നിലകൊള്ളുന്ന ഒരു സാലിഹത്തായ മുസ്ലിമത്തായ പെണ്ണ്, അവളും ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. എത്രയോ സഹോദരിമാർ ദുആ വസിയത്ത് ഇപ്പോഴും ഈ വിനീതനോടും ഉസ്താദുമാരോടും ഒക്കെ നടത്തുന്നത് തന്നെയാണ്. സാധേ ഭർത്താവ് കള്ളു കുടിക്കുന്നു, ഭർത്താവ് മോശമായ രീതിയിലുള്ള ചാറ്റിംഗ് നടത്തുന്നു, പരസ്യമായി നടത്തുന്നു. പരസ്യമായി ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വാട്സാപ്പിലൂടെ അന്യ പെണ്ണുമായിട്ട് വീഡിയോ കോളുകൾ ചെയ്യുന്ന ഭർത്താക്കന്മാർ ഹറാമായ വീഡിയോകൾ ദർശിക്കുകയും അത് കാണുകയും സ്വന്തം ഭാര്യയെ കാണിക്കുകയും ഈ രീതിയിലുള്ള വീഴ്ചകൾക്ക് നീ തയ്യാറാകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ചെറുപ്പക്കാരായ ഭർത്താക്കന്മാർ. അങ്ങനെ എത്രയോ കംപ്ലൈന്റ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വ്യത്യസ്ത മോഡലുകളൊക്കെ കാണിച്ചിട്ട് കണ്ട, വാച്ചാത്തീറ മോഡൽ കണ്ട, ഇതേപോലെയാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് മോഡലുകൾ കാണിച്ചു കൊടുക്കുക.
ദീനിയായ മതബോധമുള്ളതാകുന്ന പെണ്ണുങ്ങളെ അത്തരത്തിന്മേൽ നിർബന്ധിക്കുന്നതാകുന്ന ചെറുപ്പക്കാരായ കള്ളുകുടിയന്മാരാകുന്ന ഭർത്താക്കന്മാർ, അവരാ സാലിഹത്തായ പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയെന്ന ഹബീബ് റസൂലുള്ളാഹി. 6 വൽ ആലിമു ഗരീബുൻ ഫീ ഖൗമിൻ ലാ യസ്തമിഊന ഇലൈഹി. ഒരു ആലിമും ഒറ്റപ്പെട്ടു പോയി ഒരു സമൂഹത്തിൽ. അദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിയാണ്, ഖുർആൻ വെച്ചുകൊണ്ട് അദ്ദേഹം ദീനീ ബോധം നൽകുന്നുണ്ട്, സമൂഹത്തെ സമുദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കേൾക്കാൻ ആളില്ല എങ്കിൽ ആ ആലിമും അവർക്കിടയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ 6 കാര്യങ്ങൾ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പറയുകയാണ്, ഈ 6 കാര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടെന്നറിയുമോ? ഈ 6 കാര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ വിപത്ത് അല്ലാഹു ഏകുമേ, കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 6 കാര്യത്തിൽ നബിതങ്ങൾ ആദ്യം എണ്ണിയതാണ് നമ്മുടെ വിഷയം. അതാണ് വിഷയം. എന്ത്? പള്ളികൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീഹി. ജനങ്ങൾ നിസ്കരിക്കാൻ വരാതിരിക്കുമ്പോ ആ പള്ളികൾ ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെ പള്ളികൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ ഇപ്പൊ ഈ കരുനാഗപ്പള്ളി താലൂക്കിൽ തന്നെ എത്ര പള്ളിയാണ്, എത്ര ജുമാഅത്ത് പള്ളിയുണ്ട്, എത്ര തൈക്കാവുകളുണ്ട്, എത്ര പള്ളികളുണ്ട്. പിന്നെയും പള്ളികൾ ഇപ്പോഴും എടുത്തോണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ഈ പരിസരങ്ങളുണ്ട്, ഇഷ്ടംപോലെ പള്ളികൾ വീണ്ടും വരികയാണ്. എടുക്കാൻ ആളുണ്ട്, കരിക്കാൻ വല്ല ഹൈവാന്മാരുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. അതാണിപ്പോ ചർച്ച. ഇഷ്ടംപോലെ ആളുകൾ ഇത് എടുക്കാൻ വേണ്ടിയുണ്ട്, അതിനുവേണ്ടി പിരിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും അടക്കാണ്ട്, എല്ലാത്തിനും ഉണ്ട്. നിസ്കരിക്കാൻ വരുന്ന വിഷയം വരുമ്പോ ആരുമില്ല. പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പൊ പള്ളിയിൽ കയറാം, ഫാനിടാം, എത്ര വേണമെന്നെല്ലാം ഖുർആൻ ഓതി നിസ്കരിക്കാം, ഒരു വിഷയമില്ല, ആരും തടയൂല. എത്രയോ മണിക്കൂറുകൾ നിനക്ക് പള്ളിയിൽ ചെലവഴിക്കാം, ആരും തടയൂല. നല്ല കാർപ്പറ്റ് വിരിച്ച് സുജൂദ് ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. ആ രീതിക്കുള്ള നല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റ് വിരിച്ച മുസല്ല വിരിച്ചിട്ടുള്ളതാകുന്ന പള്ളികൾ, എയർ കണ്ടീഷൻ പള്ളികൾ, വീട്ടിൽ പോലും ഇല്ല AC, പള്ളിയിൽ നല്ല AC ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓരോ കിലോമീറ്റർ ചുറ്റളവുകളും പള്ളികളുണ്ട്. പക്ഷെ നിസ്കരിക്കാൻ നമുക്ക് ചെല്ലാൻ മടി. ഇത് നമുക്ക് വലിയ വിപത്തുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയ വിപത്തുണ്ടാകും തീർച്ചയാണ്. നമ്മളിൽ എത്ര ആളുകൾ ഈ അടുത്തിടെ ഒരു 2 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, നമ്മൾ കൊട്ടുകാട് ഒരു വ്യക്തി എല്ലാ ദിവസവും പള്ളിയിൽ 5 വഖത്ത് നിസ്കാരത്തിന് വരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടോ? ഇപ്പൊ മരണപ്പെട്ടില്ലേ? ഒരു ഉപ്പുപ്പ എല്ലാ ദിവസവും സുബഹിക്ക് കറക്റ്റായിട്ട് സുബഹിക്കും 5 വഖത്തും പള്ളിയിൽ വരികയും കൊട്ടുകാട് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രായമായ ഒരു മനുഷ്യൻ, ഖുർആൻ ഖത്മുകൾ തീർക്കുന്ന ഒരു മനുഷ്യൻ, ഖുർആൻ ധാരാളം ഖത്മുകൾ തീർത്തിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് ന്യൂസിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാലിഹീങ്ങൾ പോലും നമ്മുടെ ഈ മണ്ണിലുണ്ടായിട്ടുണ്ട്. ഈ അടുത്തിടെയാണ് അവരൊക്കെ വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഇന്നുമുണ്ട് അത്തരത്തിലുള്ള സാലിഹികൾ. പ്രായം ചെന്ന ഒരുപാട് ആളുകൾ അവരാ വടി കുത്തിപ്പിടിച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ അവർ കാണിക്കുന്നതാകുന്ന ഒരു താല്പര്യം, ഒരു ശുഷ്കാന്തി ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മളൊരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് തിരിച്ചു കയറാൻ, മഴയൊന്നും ഇല്ലെങ്കിൽ പോലും പള്ളിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവുന്നില്ല. എന്ത് പറ്റി നമുക്ക്? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്റാ മിഅ്റാജ് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ എനിക്ക് കാണിച്ചു തന്നു. സഹാബാ റഅയ്തു ഖൗമാ തുർലഹു റൂസഹും ബിസ്സഖരി കുല്ലമാ റുളിഖത് ആദത് ഇലാ മാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ റജബ് 27-ാം രാവിൽ, ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന സ്വർഗ്ഗത്തിൻ്റെതാകുന്ന യാത്രകൾ എനിക്ക് കാണാൻ സാധിച്ചു. നരകത്തിൻ്റെതാകുന്ന കുണ്ടാരവും എനിക്ക് അദ്ദേഹം കാണിച്ചു തന്നു. സഹാബാ റഅയ്തു ഖൗമാ, അതിനിടയിലാണ് ഞാൻ ഒരു വിഭാഗം ആളുകളെ കാണുന്നത്. തുർലഹു റൂസഹും ബിസ്സഖരി,
പാറക്കല്ലിന്റെ ചീളുകൾ കൊണ്ട് അവർ തലയടിച്ച് പൊട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്വഹാബ നഊദു ബില്ലാഹ് കുല്ലമാ റുളിഖത് ആദത് ഇലാ മാ കാനത്. ഓരോ പ്രാവശ്യം തലയടിച്ച് പൊട്ടിക്കുമ്പോഴും അവരുടെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാ. രക്തം ഇതാ പുറത്തേക്ക് വമിക്കുകയാണ്. അവർ മരണത്തോട് മല്ലടിക്കുകയാണ്. അവർ മരിച്ചു വീഴുകയാണ്. വീണ്ടും അവർക്ക് ആത്മാവ് നൽകപ്പെടുകയാണ്. വീണ്ടും പാറക്കല്ലിന്റെ ചീളുകൾ നൽകുകയാണ്. ആ പാറക്കല്ലിന്റെ കൂർത്തിരിക്കുന്ന ചീളുകൾ കൊണ്ട് തലയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. നഊദു ബില്ലാഹ്. മടി കാണിക്കുമ്പോ ആ വലിയ പാറക്കല്ലിന്റെ ചീളുകൾ എടുത്തുകൊണ്ട് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ തലയിലേക്ക് ആഞ്ഞടിക്കുകയാ. തല പൊട്ടിച്ചിതറുകയാണ്. രക്തം വാർന്നൊഴുകുകയാണ്. ഹൗലാഇ യാ ജിബ്രീൽ മൻ ഹൗലാഇ യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലേ ഇക്കൂട്ടർ? ഇത്ര വലിയ വേദന സഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഈ വിഭാഗം ആരാണ് ജിബ്രീലേ? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹൗലാഇല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാഹ്. هؤلاء الذين تتثاقلون رؤوسهم عن الصلاة. നമസ്കാരത്തെ തൊട്ട് ഭാരമായി കണ്ടിരുന്നതായ ആളുകളാ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന് തലയെ ഭാരമായി കണ്ടിരുന്നവരാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിന്റെ മുന്നിൽ തല കുനിക്കാൻ മടിച്ചതായ ആളുകളാ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യാലൽ സ്വലാ ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ തിരിഞ്ഞു നിന്നതായ ആളുകളാ. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടവരാണ്. മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കവലകളിൽ സമയം ചെലവഴിച്ചവരാണ്. അല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ. നമസ്കരിക്കാൻ മടി കാണിച്ചതായ വിഭാഗമാണ് നബിയേ. ഇവർക്ക് റിയാലിറ്റി ഷോകളിൽ ഒരു മടിയുമില്ലായിരുന്നു. അതിൽ പങ്കെടുത്തപ്പോ, അതിൽ ആടുകയും പാടുകയും ചെയ്തപ്പോ ജഡ്ജസ്മാര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൂപ്പുകയാണ്. ആ ജഡ്ജസ്മാർക്ക് പാദസേവകൾ ചെയ്ത് ലക്ഷങ്ങൾ കൊയ്തെടുക്കാൻ ഇവർക്ക് സമയമുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനും അവർക്ക് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കാനും പാദസേവകൾ ചെയ്തുകൊണ്ട് ഏത് രീതിയിലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുവാനും ഈ ഉമ്മമാർക്ക് മടിയില്ലായിരുന്നു. മക്കളെ അർദ്ധനഗ്നരാക്കി അത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിച്ച ഉമ്മയാ. നമസ്കാര ചിട്ട വെക്കാത്തവരാണ്. ഇബാദത്തുകൾക്ക് കണിശത വെക്കാത്തവരാണ്. അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ മടിയുള്ളതായ വിഭാഗമാ. ഇവരാണ് ഈ പാറക്കല്ലിന്റെ ചീള് കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത് നബിയെ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹിയോട് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വലിയ ശിക്ഷയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടതായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രവാചകരുടെ ചാരത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ അഫ്വാജ കൂട്ടം കൂട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ മഅന എന്താണ്? നാളെ ആഖിറത്തിലേക്ക് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ മഅന എന്താണ്? അർത്ഥം എന്താണ് റസൂലേ?
ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫബകാ ബുകാഅൻ ശദീദാ. ആദരവായ പ്രവാചകർ പൊട്ടിക്കരയുകയാണ്. ഖിയാമത്ത് നാളിനെ ചിന്തിക്കുകയാണ്. ലോകാവസാനത്തെ പറ്റി ചോദിച്ചപ്പോൾ ലോകൈക ഗുരു പൊട്ടിക്കരയുകയാണ്. ഫബകാ ബുകാഅൻ ത്വവീലാ. ദീർഘനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. ലോകാവസാനത്തെ പറ്റി ചോദിക്കൂ. എന്താ നബി തങ്ങളെ, നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പനേരം കരഞ്ഞതിന് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, മുആദേ, നീ ചോദിച്ചത് സഅൽത അൻ അംരിൻ അളീമിൻ, വലിയൊരു കാര്യമാണ് നീ എന്നോട് ചോദിച്ചത്. നീ വേറെ ഒരു കാര്യമല്ല ചോദിച്ചത്, നാളെ ഖിയാമത്ത് നാളിനെ പറ്റിയാണ്, അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന രംഗത്തെ പറ്റിയാണ്. സഅൽത അൻ അംരിൻ അളീമിൻ, വലിയൊരു കാര്യമാണ് നീ എന്നോട് ചോദിച്ചത്. ഒരു ചെറിയ കാര്യമല്ല നീ എന്നോട് ചോദിച്ചത്, വലിയൊരു കാര്യമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുആദേ മുആദേ, നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ 12 കോലത്തിൽ അല്ലാഹു കൊണ്ടുവരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറ, ഹബീബുനാ റസൂലുള്ളാഹി 12 കോലത്തിലാ മനുഷ്യനെ കൊണ്ടുവരുന്നത്. നിർത്താം കേട്ടോ, സമയം കഴിയാറായി. 11:30 ആകുമ്പോൾ നിർത്തിയേക്കാം. ശരിയില്ല, എനിക്ക് മടി തോന്നുന്നുണ്ടെന്ന്. സലാത്തൊക്കെ ചെല്ലാരും മടി ചെല്ലാവല്ല. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കണേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുആദേ മുആദേ, നീ ചോദിച്ചതൊരു വലിയ കാര്യമാണ്. നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുമ്പോ 12 കോലത്തിലായിട്ടാണ്, 12 വിഭാഗമായിട്ടാണ് ജനങ്ങളെ മഹ്ശറിലേക്ക് എത്തിക്കുക. ആദ്യത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ, നഗ്നപാതകരായി, ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെ വിവസ്ത്രരായിട്ടാണ് ഒരു വിഭാഗത്തെ അല്ലാഹു എത്തിക്കുക. വഹും കൽ ഖനാസീർ, പന്നിയുടെ കോലമാണ് അവർക്കുള്ളത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറയിലേക്ക് ഖബറിൽ നിന്ന് പുനർജീവിപ്പിച്ചു കൊണ്ടുവരുന്നത് ആര് പറഞ്ഞത്? ഹബീബ് റസൂലുള്ളാഹി. പന്നിയുടെ കോലത്തിൽ കൊണ്ടുവരും, പന്നിയുടെ കോലത്തിൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻ ഹൗലായി മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ കൂട്ടർ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീന തതഹാവനൂന റൂസഹും അനിസ്സലാ, നമസ്കാരത്തെ തൊട്ട് നിസ്സാരരായി കാണുന്നവരാണവർ. അല്ലദീന യതഹാവനൂന അനിസ്സലാ, നമസ്കാരത്തെ നിസ്സാരരായി കാണുന്നവരാണ്. നമസ്കാരം എന്ന് കേൾക്കുമ്പോ തന്നെ ഇതിപ്പോ എന്താ വലിയ കാര്യമൊന്നുമല്ലല്ലോ, സാരമായി കാണുന്നവർ, സംസ്കാരത്തെ ഗൗനിക്കുന്നില്ല അങ്ങനത്തെ ആളുകൾ, നിസ്കാരത്തെ ഗൗനിക്കുന്നില്ല അങ്ങനത്തെ ആളുകൾ, അവരെയാണ് നാളെ ആദ്യമായി മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നത്. പന്നിയുടെ കോലത്തിൽ 12 വിഭാഗം 12 കോലത്തിലാണ് കൊണ്ടുവരിക. പല രൂപത്തിലും ഭാവത്തിലും. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് പന്നിയുടെ കോലത്തിൽ വരും. ആര്? നിസ്കരിക്കാത്ത വിഭാഗം. അള്ളാഹു നമ്മളെ കാക്കുവാറാണ്.
അപ്പൊ തന്നെ ആളെ തിരിയാണ്. ജനങ്ങൾക്ക് മനസ്സിലായി, പന്നിയുടെ കോലത്ത് വരുമ്പോഴേ മനസ്സിലായി ഇവനാരാണ്, ഇരിക്കാത്ത ടീമാണ്. മുഖം ഉണ്ടാവും അതേപോലെ, ബാക്കി ബോഡി എല്ലാം പന്നിയുടെ കോലത്തിൽ. അപ്പൊ ആളെ മനസ്സിലായി, അല്ലാഹ് ഇത് നമ്മുടെ ഇന്ന നാട്ടിലുള്ള ഇന്നടുത്തുള്ള ഹാജിയാരാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിസ്കരിക്കത്തില്ലായിരുന്നു. ഹജ്ജ് കൊണ്ടൊന്നും കാര്യമില്ല. ഹജ്ജ് ചെയ്തതിന് ശേഷം ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുള്ള അവന്റെ അമല് കൊണ്ടാ തിരിയുക. അല്ലെങ്കിൽ ഹാജിന്ന് ഇങ്ങനെ ബോർഡ് എഴുതി വെക്കാം വീണ്ടും വാക്ക്. ആഖിറത്തിലേക്ക് എല്ലുമ്പോ കാലം പിടിച്ചൊരൊറ്റ ഏറാണ്. അല്ലാഹു ആക്കട്ടെ. ഹാജി ഹജ്ജുമ്മ എന്നൊക്കെ നോട്ടീസിൽ ഇങ്ങനെ പേരടിക്കാം, പത്രത്തിൽ കൊടുക്കാം, നാട്ടുകാരോട് പറഞ്ഞു നടക്കാം, ഒരു ഫായിദ ഉണ്ടാവൂല. എന്ത് വേണം? ഹജ്ജ് മഖബൂലായി, ഉംറ മബ്റൂറായി എന്നൊക്കെ പറയുക എപ്പോഴാ? നാട്ടിൽ വന്ന് ശിഷ്ടകാല ജീവിതം നോക്കിയിട്ടാണ് ഹജ്ജ് മഖബൂലായോ മബ്റൂറായോ എന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്നിട്ട് പഴയ പോലെ ചീട്ടും കളിയും പരിപാടിയും തീറ്റും വലിച്ചിട്ട് സ്വറായും പറഞ്ഞ് കടയിൽ നടക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റാഹത്തായിരുന്നു, നല്ല റാഹത്ത്, നല്ല ഫുഡൊക്കെ അടിച്ചു റാഹത്തായിട്ട് മിനിങ്ങി വന്നിരിക്കുക. ശവായൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക. ഫുഡ് കഴിച്ചത് മാത്രം, വേറെ വല്ല കാര്യമുണ്ടോ? ഒരു പിക്നിക്ക്, ഒരു ടൂറ് പോയിട്ട് വന്നു ഹാജിയാര്. ഹാജി എന്നുള്ള പേരും കിട്ടി, ഒരു ഫായിദയില്ല. ഹജ്ജ് അങ്ങനെ സ്വീകരിക്കുക, അതാണ് മനസ്സിലാക്കേണ്ടത്. പോയിട്ട് തിരിച്ചു വന്നിട്ട് അമല് കൊണ്ടാ തിരിയുക. ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഹാജിയാര് അതേ ഷിആറിൽ ഒരു ചെറിയ താടിയൊക്കെ വെച്ചിട്ട് നല്ല കറക്റ്റായി പള്ളിയിൽ വരിക, നിസ്കരിക്കുക ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ പറയും, ഉറക്കം പറയും. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. നിസ്കാരം വേണം, അല്ലെങ്കിൽ യാതൊരുവിധ ഫായിദയില്ല. പള്ളിയിൽ കറക്റ്റായിട്ട് നിസ്കരിക്കാൻ വരിക. ഇവിടെ ഈ കുറ്റിവട്ടം പള്ളിയിൽ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞതാണ്. 2-3 പ്രാവശ്യവും അദ്ദേഹത്തിന്റെ വണ്ടി അവിടെ കിടക്കുന്നത് ദൃഷ്ടിയിൽപ്പെട്ടിട്ടുമുണ്ട്. എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ്. പാംലാൻഡ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു മുതലാളി, എനിക്ക് ആളെ അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അയാൾ 5 വക്കത്തും ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരും, കുറ്റിവട്ടത്ത് പള്ളിയിൽ. വർഷങ്ങളായിട്ട് അവരെ ചെറിയ കുട്ടികളാണ്, അവര് ഇപ്പൊ പ്രായമായി. അപ്പൊ അവര് പറയുന്നത് ഇത്രയും വർഷമായിട്ട് അദ്ദേഹം അവിടെ നിസ്കരിക്കും. ഞാൻ ആളെ കണ്ടിട്ടില്ല, എനിക്ക് ആളെ അറിയത്തുമില്ല. പാംലാൻഡ് അങ്ങനെയാണ്ടാണ് കടയുടെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് എന്തോ പേര് പറഞ്ഞത്. ആളുടെ പേര് എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ ഇന്നുവരെ കണ്ടിട്ടുമില്ല. നിങ്ങളുടെ അടുത്ത ആളായതുകൊണ്ടാണ്, ഈ അടുത്ത പ്രദേശമായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ എന്താ അത് പറയാൻ കാരണം? ബിസിനസ്സുകാരനാണ്, പക്ഷെ നിസ്കാരം മുടക്കുന്നില്ല. കറക്റ്റ് ബാങ്ക് വിളിക്കുമ്പോ അയാൾ വണ്ടി എടുത്തുകൊണ്ട് തന്നെ നേരെ ഇവിടെ വരും, കുറ്റിവട്ടം പള്ളിയിൽ വന്നിട്ട് അവിടെ വന്ന് നിസ്കരിക്കും. വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ അവിടെ വരും. 5 വക്കത്ത് പള്ളിയിലുണ്ടാവും. ഏത് മഴയായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ആളവിടെ ഉണ്ടാവും, നിസ്കരിക്കാൻ അവിടെ ഉണ്ടാവും. റമദാനാണെങ്കിലും ഉണ്ടാകും. എല്ലാ സുന്നത്തും നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പം സമ്പത്ത് അയാൾക്കൊരു തടസ്സമായില്ല എന്നർത്ഥം നിസ്കാരത്തിന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ഒന്നും പറയണ്ടല്ലോ, നമുക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ളവരെ തന്നെ പറയാമല്ലോ. അതിനാണ് ഈ പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞത്. അവരെ പറയുമ്പോഴേ നമുക്ക് നന്നാവണമെന്ന് തോന്നുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അപ്പുറത്ത് അതിന് പോകുമ്പോൾ അവിടെ പറഞ്ഞോളാം. ഇൻഷാ അല്ലാഹ്, പേടിക്കണ്ട. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് 5 വക്കത്ത് തോന്നുന്നു എടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ അന്വേഷിക്കും, അല്ലാതെ ചുമ്മാ പറയത്തൊന്നുമില്ല. കറക്റ്റാണോ എന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് എനിക്ക് ഏകദേശം നിജപ്പെട്ട ഒരാളെ കുറിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കറക്റ്റായിട്ട് അയാളുടെ വണ്ടിയായിട്ട് അവിടെ പോയി നിസ്കരിക്കും. അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് ഇതിങ്ങനെ ചെറിയ കുട്ടികൾ പോലും അത് ഹൃദയത്തിലേക്ക് പതിച്ച് അവർ വലുതായപ്പോഴും അവരിപ്പോഴും അത് പറയാം, ഉസ്താദേ ഇങ്ങനെ ഒരാളുണ്ട് നിസ്കാരങ്ങൾ കറക്റ്റാക്കുന്ന, എൻ്റെ ചെറുപ്പകാലം മുട്ടം മുതലേ ഉണ്ട് എന്ന് അവർ സാക്ഷ്യപ്പെടുത്താൻ കാരണം എന്താ? അയാൾ ആ ചെറുപ്പം വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ കറക്റ്റ് പള്ളിയിൽ വരുന്നുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞു. ഈ വണ്ടി അവിടെ കാണുമ്പോൾ മനസ്സിലാക്കുക അജയരോട് പള്ളി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് 10 പേര് നമ്മളെ കുറിച്ച് നന്മ പറയുക. സഹോദരങ്ങളെ, നമ്മുടെ വണ്ടി എപ്പോഴും തരംഗം തിയേറ്ററിന് അകത്തുണ്ട്, അതിനകത്തിരിക്കുക, ഇറക്കിയിട്ടില്ല ഇന്ന് വരെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രാവിലെ തരംഗത്തിലാണ്, വൈകിട്ട് TMB-യിൽ മാറി മാറി ഇട്ടേക്കുക. ഫസ്റ്റ് ഷോ ആൻഡ് സെക്കൻഡ് ഷോ. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കിയാൽ മതി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ആഖിറത്തിലേക്ക് ഉപയുക്തമാകുന്ന അമല് നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ല എങ്കിൽ വലിയ ഖേദമാണ്, ദുഃഖമാണ്.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب الجنة وأصحاب النار. أصحاب الجنة هم الفائزون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, ഭയപ്പെടണേ. അല്ലാഹുവിനെ പേടിക്കണേ, ഭയപ്പെടണേ. അഥവാ നമസ്കാരങ്ങൾ ചിട്ടവെക്കാൻ തയ്യാറാവണേ. അല്ലാഹ് കൽപ്പിച്ച സർവ്വ കാര്യങ്ങളെയും ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണേ. അല്ലാഹ് വിരോധിച്ചിട്ടുള്ള സർവ്വ കാര്യങ്ങളെയും പരിപൂർണമായി പാടെ ഒഴിവാക്കാൻ തയ്യാറാവണേ. നാളെ ആഖിറത്തിന് വേണ്ടി, നാളെയുടെ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോ ശരീരവും ഓരോ ആത്മാവും ചിന്തിക്കണേ. ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് നോക്കണേ. ഈ ഇരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാർ അവരവരുടെ സ്വന്തത്തിലേക്ക് നോക്കണേ. മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് ഇന്ന് ജനങ്ങൾ ഓടി നടക്കുന്നത്. സ്വന്തം കാലിൽ രണ്ട് കാലും നീര് കെട്ടുമ്പോ എന്തിനാണ് ഒരു കാലിൽ മന്തുള്ളവനെ നോക്കി നടക്കുന്നത്? ചെറുപ്പക്കാരാ, സഹോദരാ, നീ നിന്റെ അമല് ശരിക്കൊന്ന് പരിശോധിക്കണേ. നിന്റെ നമസ്കാരം കറക്റ്റ് ആണോ എന്ന് നോക്കണേ. നിന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. ഈ വർഷം വിശുദ്ധമായ ഹജ്ജിന് പോകാൻ അവസരമുണ്ടായിട്ടും നിന്റെ സമ്പത്ത് നീ മാറ്റിവെച്ചില്ലേ? ഹറാമായ മേഖലകളിലേക്ക് തിരിച്ചില്ലേ? അടുത്ത വർഷമെങ്കിലും വിശുദ്ധമായ ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കണേ, തയ്യാറെടുക്കണേ. നാളെ ആഖിറത്തിന് വേണ്ടി എന്ന് ചെയ്തു എന്ന് ഓരോ ശരീരവും ആത്മാവും ഒന്ന് നോക്കണേ, പരിശോധന നടത്തണേ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അല്ലാഹുവിനെ മറന്നതാകുന്ന വ്യക്തിത്വങ്ങളെ പോലെ, മുൻഗാമികളാകുന്ന ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയെ പോലെ, നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹിയെ പോലെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അടക്കമുള്ളതാകുന്ന എത്രയോ മോശപ്പെട്ട ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ പോലെയുള്ളതാകുന്ന ഒരു മറവി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ. ഈ ലോകത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നിന്നെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്, നിന്നെ പരിപാലിക്കുന്നതും അല്ലാഹുവാണ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവൻ തന്നെയാണ്. ഈ ഒരു ഉറച്ച വിശ്വാസത്തിൽ നീ നിലകൊള്ളണേ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അല്ലാഹുവിനെ മറന്നതാകുന്ന വ്യക്തികളെ പോലെ നിങ്ങളാകരുതേ. ഫഅൻസാഹും അൻഫുസഹും. അങ്ങനെ മറന്നാൽ തീർച്ചയായും നിങ്ങളുടെ സ്വന്തത്തെ തന്നെ മറക്കുന്നതാണ്. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് നിങ്ങളെ ഓർക്കൂല. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ആ രംഗം ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വയൗമ യഉല്ലുല്ലാലിമു അലാ യദൈഹി വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു
يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചവരെ, നമസ്കാര ചിട്ട വെക്കാതെ നിലകൊണ്ടവരെ, ഇബാദത്തുകൾക്ക് കണിശത വെക്കാതെ പിറകോട്ട് മാറി സഞ്ചരിച്ചവരെ, നാളെ ആഖിറത്തിലേക്ക് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ നിന്റെ രണ്ട് കണ്ണുകൾക്ക് അന്ധത ബാധിക്കുകയാണ്, നിന്റെ കാതുകൾക്ക് പരിപൂർണമായി കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയാണ്, നിന്റെ നാവിന്റെ സംസാര വൈഭവം നഷ്ടപ്പെട്ടു പോയ, ഒരാളോട് സംസാരിക്കാനുള്ള കഴിവില്ല, അള്ളയോട് മാത്രമാണ് നിനക്ക് പരിഭവം പറയാനുള്ളത്. പടച്ച റബ്ബിനോട് നീ ചോദിക്കുകയാണ്, അല്ലാഹുവേ എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചകൾ എടുത്ത് കളഞ്ഞത് എന്തിനാണ് അല്ലാ? രണ്ട് കണ്ണുകൾക്കും കാഴ്ച നീ എടുത്തു കളഞ്ഞത് എന്തിനാ? ദുനിയാവിൽ എനിക്ക് നീ കാഴ്ച നൽകിയിരുന്നല്ലോ പടച്ച റബ്ബേ, ആഖിറത്തിലേക്ക് എത്തിയപ്പോ എന്റെ രണ്ട് കണ്ണുകൾക്കും പരിപൂർണമായി നീ അന്ധത വരുത്തി കളഞ്ഞല്ലോ അല്ലാ. എന്തിനാണ് പടച്ച റബ്ബേ ഈ രീതിയിലുള്ള പരീക്ഷണത്തിന് എന്നെ നീ കാരണമാക്കിയത് എന്ന് ജനങ്ങൾ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോ, ഈ ദുനിയാവിൽ തമ്മാടിത്തരം കാണിച്ചതായ വ്യക്തിയാണ്, ഈ ദുനിയാവിൽ മോശമാകുന്ന ജീവിതം നയിച്ച വ്യക്തിയാണ്, ഹറാമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ്, അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുകയാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് തിരിച്ചു പറയുമത്രേ, നിനക്ക് നാം ഒരുപാട് ഖൈറുകൾ നൽകിയിരുന്നു, എത്രയോ പ്രഭാഷണങ്ങൾ നീ കേട്ടവനാണ്, എത്രയോ വാളുകൾ നീ കേട്ടവനാണ്, എത്രയോ ദിക്റിന്റെ മജ്‌ലിസുകളിൽ പങ്കെടുത്തവനാണ്, ആത്മീയമാകുന്ന പ്രകാശനങ്ങൾ കേട്ടിട്ട് ആ പ്രഭാഷണങ്ങൾ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തി വിട്ടവനല്ലയോ? വാള് വേണ്ട രീതിയിൽ ശ്രമിക്കാതെ പോയവളല്ലേ? അതുകൊണ്ടാണ് നിന്നെ ഞാൻ അന്ധതയാക്കിയത്. നിനക്ക് പരിപൂർണമായി ദീനനുസരിച്ചിട്ടുള്ള ജീവിതമില്ലായിരുന്നു. പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാത്ത നിനക്കെന്തിനാക്കാത്? പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആ പള്ളിയിലേക്ക് പോകാത്ത നിനക്കെന്തിനാണ് കണ്ണ്? അതുകൊണ്ട് ഇന്നിന്റെ ദിവസം നിന്നെ ഞാൻ മറക്കുകയാണ്. ഫകദാലികൽ യൗമ തുൻസാ. എന്റെ ദൃഷ്ടാന്തങ്ങളെ നിനക്ക് ഓതി കേൾപ്പിച്ചപ്പോ നീ അതിനെ മറന്നവനല്ലേ, അതിനെ തൃണവൽഗണിച്ചവനല്ലേ, അതിനെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് നടന്നവനല്ലേ, ഖുർആനിന്റെ വചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടന്നവനല്ലേ, ഹദീസുകൾ കേൾക്കാതെ നടന്നവനല്ലേ, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ നിലകൊണ്ടവനല്ലേ. ഫകദാലികൽ യൗമ തുൻസാ. ഇന്ന് നിന്നെ ഇതാ മറക്കുകയാണ്. ഇന്നത്തെ ദിവസം നിന്നെ ഓർക്കുന്നില്ല. ഈ ദുനിയാവിൽ അന്യ പെണ്ണുമായി ചങ്ങാത്തം പുൽകിയതാകുന്ന പെങ്ങളെ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വവർഗരതി പ്രണയിനിയായി സ്വവർഗരതിയിൽ ഏർപ്പെട്ടുകൊണ്ട് ലെസ്ബിയനായി ജീവിച്ചതാകുന്ന വ്യക്തികളല്ലയോ? കോഴിക്കോട് ജില്ലയിൽ ഈ അടുത്ത് ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിനെയും ആദില എന്ന് പറയുന്ന പെണ്ണിന്റെയും ജീവിതത്തിലൂടെ ലോക ജനത കണ്ടില്ലേ? അന്യരാക്കപ്പെട്ടതാകുന്ന സ്ത്രീകൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണ്. ലെസ്ബിയനായി നിലകൊള്ളുന്ന കാലഘട്ടമാണ്. അന്യരാകുന്ന പരപുരുഷന്മാര് പരസ്പരം സ്നേഹിച്ച് പരസ്പരം പൊരുത്തപ്പെട്ട് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിവാഹം ചെയ്യുന്ന ഗേകളായി ഇന്നത്തെ നവതലമുറയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയില്ലേ? 2018 സെപ്റ്റംബർ 6 സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് സ്വവർഗരതി അനുകൂലമായി വിധിച്ചപ്പോ അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന എത്രയോ മുസ്ലിം നാമധാരി
ദായികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. നഊദു ബില്ലാഹ്. ഇതെല്ലാം ഹറാമായ ജീവിതമാണെന്ന് നീ തിരിച്ചറിയാതെ പോയില്ലേ? ഹറാമാണെന്ന് നിനക്ക് വ്യക്തമാക്കി നൽകിയിട്ട് പോലും, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഉലമാക്കൾ പറഞ്ഞിട്ട് പോലും ആ ജീവിതമാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് സ്വർഗ്ഗരതി അനുകൂലിയായി നീ നിലകൊണ്ടവളല്ലേ? ഫകദാലികൽ യൗമ തുൻസാ. ഇന്ന് ഈ ആഖിറത്തിൽ പടച്ച റബ്ബ് നിന്നെ മറക്കുകയാ. ഇന്ന് നിനക്ക് അന്ധതയിട്ട് നൽകുകയാണ്. നീ ഒന്നും കാണേണ്ടതില്ല, ഒന്നും കേൾക്കേണ്ടതില്ല. ഇന്നൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട, എല്ലാം അങ്ങോട്ട് പറയാനുണ്ട്. ഈ ദുനിയാവിൽ ജീവിച്ച സമയത്ത് നീ കുറെ വർത്തമാനം പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടന്നു. ഇനി കുറച്ച് അങ്ങോട്ട് പറയാനുണ്ട് അല്ലേ? ഇന്ന് മുസ്ലിം സഹോദരിമാർ നമ്മൾ പെൺകുട്ടികളെ തന്നെ പഠിക്കുന്നതാകുന്ന സ്കൂളിൽ കൊണ്ടുപോയി ഇടുന്നത് എന്തിനാ? സുരക്ഷിതത്വം കൂടുതലായി കിട്ടാനാണ്. ലസ്ബീനുകളായി ജീവിക്കുന്നതാകുന്ന ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയും ആതിര എന്ന് പറയുന്ന സഹോദരി അടക്കം, അവര് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അവരാണ് ഇപ്പൊ കേസിന് പോയത്. വാപ്പ വിളിച്ചുകൊണ്ടുപോയി ഒരു പെണ്ണിനെ. അപ്പൊ ആ വാപ്പാക്കെതിരെ മറ്റേ പെണ്ണ് കേസ് കൊടുത്തു. ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തെ, ഞങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെ സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി തരണം, ഒരുമിച്ച് ജീവിക്കാൻ. അതിനെതിരായിട്ടാണ് ഇന്ന പെണ്ണിന്റെ വാപ്പ തയ്യാറാകുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പെണ്ണിനെ സ്വന്തം ഉപ്പയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് എന്റെ കൂടെ ജീവിക്കാൻ വിടണം. പോലീസുകാര് അതിന് അനുമതി കൊടുത്തു. ഒരുമിച്ച് ജീവിക്കുന്നു. എതിരായി നിൽക്കുന്ന വാപ്പായെ പിടിച്ച് ജയിലിലും ഇടുന്നു. ഇതാണ് ലോകം. അള്ളാഹു മളക്കാക്കട്ടെ. എവിടെ എത്തിപ്പോയി സമൂഹം? എന്താണ് വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താ വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലാണ് സുഖവും ആനന്ദവും എന്ന് മാത്രമല്ല, അവർക്കിടയിൽ കാലാകാലം ജീവിതം ഉണ്ടാവുക. 30, 40, 50, 60 കൊല്ലമായി രക്ഷിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ജീവിതം നയിക്കുന്നു. കെട്ടുറപ്പോടുകൂടി സുസ്ഥിരമായ ജീവിതം നയിക്കുകയാണ്. ഒരു പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിലൂടെ അവർക്ക് മക്കളെ വേണ്ട, അവർക്ക് ഗർഭം പേറണ്ട, അവർക്ക് നൊന്ത് പ്രസവിക്കണ്ട, അതിന്റെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് കുട്ടിയെ പോറ്റുന്നതിന്റെ കഷ്ടപ്പാടുകളോ യാതനകളോ ഒന്നും തന്നെ സഹിക്കേണ്ടതില്ല. പിന്നെ എന്താ ലക്ഷ്യം? കേവലം ഭോഗം മാത്രം, ശാരീരിക സുഖം മാത്രം, വേറൊന്നുമില്ല. അത് മാത്രമാണ് അതിലൂടെ ലക്ഷ്യം. ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് എന്താവും? ബന്ധപ്പെടുന്നതിലൂടെ എന്താണ് ഉണ്ടാകുക? അവർക്കുണ്ടാകുന്നത് എന്താ? സാലിഹായ ഒരു കുട്ടിയെ ജനിക്കാൻ. ആ കുട്ടി അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതം ഇവ നയിക്കുന്നു. ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടുന്നു. മാത്രമല്ല, അതിലൂടെ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും രണ്ടുപേരും സഹിക്കാൻ തയ്യാറാകുന്നു. ഒരു കുടുംബത്തിന്റെ പേരിൽ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോ ആ ഗർഭധാരണ വേളയിൽ മാതാവ് സഹിക്കുന്ന യാതന എത്രയാണ്? സ്ത്രീ സഹിക്കുന്ന യാതന എത്രയാണ്? ആ കുട്ടിയെ നൊന്ത് പ്രസവിക്കുന്നു. അവർക്ക് 2 വർഷം മുലയൂട്ടുന്നു. ആ മുലയൂട്ടപ്പെടുന്ന കുട്ടിക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കാൻ ഭർത്താവാകുന്ന പ്രിയപ്പെട്ട പിതാവ് തയ്യാറാവുന്നു. ഇതൊന്നുമില്ല ഒരു പുരുഷനും ഒരു പെണ്ണും തമ്മിൽ ജീവിതം നയിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ജീവിതങ്ങൾ ശാശ്വതത്വമാകാത്തത്. 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോഴേ അവർ അടിച്ചു പിരിയുന്നത് മാത്രമല്ല, മറ്റൊരു പെണ്ണുമായിട്ട് ഈ പെണ്ണിന് കണക്ഷനാകാൻ. ഈ 2 പുരുഷന്മാർക്കിടയിൽ ഉണ്ടായ ബന്ധം അത് 2 വർഷം കൊണ്ട് മാറുന്നത് എന്തുകൊണ്ട്? അതിലേതെങ്കിലും ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. കാരണം ഒരാളെ കൊണ്ട് സംതൃപ്തി അടയാൻ സാധിക്കില്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് എത്തിപ്പോയി നമ്മുടെ ലോകം? എല്ലാ നന്മകളെയും എതിരായി തിന്മകൾക്ക് കുടപിടിക്കുന്ന കാലഘട്ടം. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി വരും തലമുറയുടെ അവസ്ഥ എന്താണ്? അടുത്ത തലമുറയുടെ അവസ്ഥ എന്താണ്? നമ്മളെ മക്കളെയൊക്കെ പഠിക്കാൻ വിടുന്നു, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു. അവരുടെയൊക്കെ കണക്ഷൻ ഏത് കോലത്തിലാകും? ഏതൊക്കെ ബന്ധങ്ങളുണ്ട്? ഏതൊക്കെ വഴിവെട്ട രീതിയിലായി തീർന്നിട്ടുണ്ട്? നഊദു ബില്ലാഹ്. ആരാണ് ഇതൊക്കെ ചിന്തിക്കുക? നമ്മുടെ പെൺകുട്ടികൾ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പോലും ചേർന്നിരിക്കാൻ ഭയക്കുന്ന കാലഘട്ടം എന്നർത്ഥം. അവർ തമ്മിൽ ബന്ധം അനാവശ്യമാകുന്ന വൈകല്യങ്ങളിലേക്ക് എത്തിപ്പെടുമോ എന്ന് മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ഭയക്കുന്ന കാലഘട്ടം. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ്? നമ്മളൊരു പരിപാടിക്ക്, ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോഴും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഗൗനിക്കണം. അവരേത് രീതിക്കാണ് പോകുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് കിടക്കുന്നത്, രാത്രിയായാൽ അവരുടെ കിടപ്പ് എവിടെയാണ്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബന്ധുവീടുകളിലായിരുന്നാൽ പോലും. കാരണം ഒരു സെക്കൻഡ് മതി ജീവിതം അനാവശ്യമാകുന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ഇതിനെ കാണണം.
അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. എന്ത് വേണം, എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു എനിക്ക് സ്വാലിഹായ സന്താനത്തെ താ, എനിക്ക് നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്റെ ഭാര്യ സന്താനങ്ങളെയെല്ലാം കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളാക്കണേ. എപ്പോഴും സദാസമയം നമ്മൾ ദുആ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കൈകടിക്കേണ്ടി വരും. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. ആരാണ് അവന്റെ കൂട്ടുകാർ? നമ്മുടെ മകളുടെ കൂട്ടുകെട്ട് ആരാണ്? സ്കൂളിലേക്ക് പോകുമ്പോൾ, മദ്രസയിലേക്ക് പോകുമ്പോൾ അവൾ സ്ഥിരമായി ബന്ധപ്പെടുന്ന കൂട്ടുകാരി ദീനീബോധമുള്ള, മതനിഷ്ഠയുള്ള, ഇസ്ലാമും തഖ്വയും ഒക്കെ ഉള്ളതാകുന്ന കൂട്ടുകാരികളാണോ? ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കാരം ഇല്ലാത്തവനായിട്ട് മക്കളെ കണക്ട് ചെയ്താൽ അവൻ നിസ്കാരമില്ലാത്തവനാകും. നിസ്കാരമുണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാവും. ഉറപ്പാണത്. മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആകുന്ന ഒരു കൂട്ടുകാരനുമായി, അല്ലെങ്കിൽ അശ്ലീല ചുവയുള്ള സംസാരമുള്ള ഒരു കൂട്ടുകാരനുമായി നിന്റെ മകനെയോ മകളെയോ ബന്ധപ്പെടുത്തിയാൽ ആ മകനും മകളും അതേ രീതിക്ക് എത്തിപ്പെടും. അതിൽ സംശയമില്ല. അതിന് വലിയ കാലതാമസമൊന്നും വേണ്ട. കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ആ രീതിയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അവന്റെ അവസ്ഥ? خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال لا إله إلا الله. ഖല്ലി, നീ ഒഴിവാക്കണേ. ഖല്ലി, എന്റെ സഹോദര, ഖുല്ലത്തൽ ഖിദ്ലാനി, നിന്യന്മാരുമായിട്ടുള്ള സാവാസത്തെ നീ ഒഴിവാക്കണം. ഖൗഫൽ ഖാത്തിമ, ആഖിറത്തെ ഭയപ്പെട്ടതിന് വേണ്ടി. മരണാനന്തര ജീവിതം എങ്ങനെയാകുമെന്ന് ഓർത്ത് അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെയുള്ള ദുഷിച്ച കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കണം. ഇതുവരെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇനി നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇവിടെ ദുനിയാവിൽ SSLCയോ അല്ലെങ്കിൽ നീറ്റ് എക്സാമിലോ അല്ലെങ്കിൽ +2 ഒന്നും ജയിച്ചോണ്ടൊന്നും ഒരു വിശേഷവും ഇല്ല. ഇവിടെ കുറെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതല്ലാതെ ഇതൊന്നും കാര്യമില്ല. യഥാർത്ഥ പരീക്ഷ എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ളതാകുന്ന പരീക്ഷയാണ്. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്റെ നിസ്കാരം, നിന്റെ ഇബാദത്ത്, നിന്റെ തഖ്വ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് അവിടെ നീ രക്ഷപ്പെടും. അതുകൊണ്ട് എല്ലാ ദുഷിച്ച കൂട്ടുകെട്ടുകളെ ഒഴിവാക്കണം. ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാലിൻ, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും ഒഴിവായിട്ടുള്ള നല്ല സൽവൃത്തരാകുന്ന, സച്ചരിതരാകുന്ന കൂട്ടുകാരെ കണ്ടെത്തി അവരുമായി ബന്ധം സ്ഥാപിക്കണം. അങ്ങനത്തെ കൂട്ടുകാരില്ലെങ്കിൽ അവരെ കണ്ടെത്തി ബന്ധം സ്ഥാപിക്കണം. എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. നല്ല സുഹൃത്ത് വലയം ഉണ്ടാക്കണം. ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ എന്നെയും നിങ്ങളെയും ഓരോരുത്തരും, സഹോദരിമാർ അവരെയും ഓരോരുത്തരും ഒന്ന് ചിന്തിക്കട്ടെ. നമ്മുടെ കൂട്ടുകെട്ട് ആരാണ് സഹോദരങ്ങളെ? നമ്മൾ എന്തുകൊണ്ടാണ് നിസ്കാരമില്ലാതായി പോയത്? നമുക്കെന്തുകൊണ്ട് ജുമുഅ നഷ്ടപ്പെട്ടു പോയി? നമുക്കെന്തുകൊണ്ട് വലിയ വലിയ വഅലിന്റെ സദസ്സുകൾ നഷ്ടപ്പെട്ടു പോയി? നമുക്കെന്തുകൊണ്ട് അറിവിന്റെ സദസ്സുകൾ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ മനസ്സില്ലാതായി പോയി? നമ്മൾ എന്തുകൊണ്ട് സദക്ക നൽകാതായി പോയി? നമ്മൾ എന്തുകൊണ്ട് ആത്മീയമാകുന്ന അറിവുകൾ നേടുന്നതിൽ പിറകോട്ട് പോയി? രാവിലെ നമ്മൾ എഴുന്നേറ്റ് വീടിന്റെ വാതിൽക്കൽ തന്നെ വന്നു. അവിടെ നല്ലൊരു പുസ്തകം ഇരിപ്പുണ്ട്, ദീനിയായ പുസ്തകമാണ്, അതവിടെ ഇരിപ്പുണ്ട്. അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുമോ? രാവിലെ വരുന്നതാകുന്ന പത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാരികയ്ക്കോ ഏതിനാ നമ്മൾ മുൻതൂക്കം കൊടുക്കുക? വായിക്കാൻ കൂടുതൽ സമയം വേണ്ട. നമ്മുടെ മൊബൈൽ ഫോൺ, ആപ്പിൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയും, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡിന്റെ വെർഷൻ വഴിയും തീർച്ചയായിട്ടും എല്ലാവർക്കും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോർ വഴിയും ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. എന്ത്? ഖുർആൻ ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആണ്. ഒരു 5 പൈസ മുതൽ മുടക്കില്ല. കുറഞ്ഞ MB വേണമെന്ന് മാത്രം, നെറ്റ് വേണം. ഖുർആൻ ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര ആളുകൾ നമ്മുടെ മൊബൈലിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഖുർആൻ ഓതുന്നവരുണ്ട്? എത്ര പേരുണ്ട്? എന്നാൽ ഇതേ മൊബൈൽ ഫോണിൽ തന്നെ എത്രയോ ആപ്പുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി, ട്രെയിനിന് വേണ്ടി, ബസ്സിന് വേണ്ടി, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടി ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സുരക്ഷിതത്തിന് വേണ്ടിയൊക്കെ എത്രയോ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പല ഫയലുകളും മാതാപിതാക്കൾ പോലും അറിയാത്ത എത്രയോ അശ്ലീല വീഡിയോകൾ വരെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രയോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ചെറുപ്പക്കാരുണ്ട്, അല്ലേ?
പക്ഷെ ഖുർആൻ നമ്മളൊരു 10 MB പോലും ചെലവാക്കിയിട്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓതാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. ഫ്രീ ആയിട്ട് കിട്ടും, ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയും. ഇനി അത് ഡൗൺലോഡ് ചെയ്തവരെ വെറുതെ മൊബൈൽ വെച്ചതല്ലാതെ ഓതുന്നവരില്ല. എവിടെയാണ് നമ്മുടെ അവസ്ഥ? യാത്ര പോകുന്ന സന്ദർഭങ്ങളിൽ ഓതാവല്ലോ, എപ്പോഴും കൂടെ ഉള്ളതാണല്ലോ മൊബൈൽ ഫോൺ. പക്ഷെ ഈ മൊബൈൽ ഫോണിൽ തന്നെ ഖുർആൻ ഉണ്ടായിരിക്കെ തന്നെ അതിനുള്ളിലതാകുന്ന വാട്സാപ്പും ഫേസ്ബുക്കും എത്ര മണിക്കൂറാ സഹോദരങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നമ്മുടെ സമയങ്ങളെ അനാവശ്യ മേഖലകളിൽ കൊന്നുകളയുന്നത് എത്രയാണ്. നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പും ഒക്കെ ഉപയോഗിക്കുന്നവർ ചിന്തിക്കിൻ, നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഈ സമയവും സന്ദർഭവും ഒക്കെ നിനക്കെതിരാകും. നിന്റെ കൂടുതൽ സമയം നീ സോഷ്യൽ മീഡിയയുമായി നീ പരതാൻ പാടില്ല. അതിലെന്തെങ്കിലും ആത്മീയപരമാകുന്ന അറിവോ അല്ലെങ്കിൽ ഭൗതികപരമാകുന്ന അറിവോ സമ്പാദിക്കുക എന്നുള്ളതല്ലാതെ അനാവശ്യ മേഖലകളിലേക്ക് നീ തിരിയാൻ പാടില്ല. ഇത് രണ്ടും നേടിയാൽ തന്നെയും അള്ളാഹുവിനെ ഓർത്ത് സ്മരിക്കുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. നിന്റെ നിസ്കാരം, നിന്റെ ഇബാദത്ത് അതിന് തടസ്സമാകാൻ പാടില്ല. അതിന്റെ സമയം ഇത് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ പോയി. ബഹുമാനപ്പെട്ട മർഹൂം ഷേഖുന തഴവ ഉസ്താദ് അവറുകൾ, അള്ളാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. എൻ്റെ ഉമ്മയുടെ ഉപ്പയാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ബഹുമാനപ്പെട്ടവർ അവസാന കാലഘട്ടമായപ്പോ അവിടുന്ന് വഫാത്തിന്റെ സന്ദർഭത്തിന്റെ സമയമൊക്കെ അടുത്ത സമയത്ത് ആലിമീങ്ങൾക്ക് കൊടുക്കുന്നത് 3 മിനിറ്റാണ് സംസാരിക്കാൻ. ആലിമാണോ 3 മിനിറ്റ്, സാധാരണക്കാരനാണോ 2 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് സംസാരം ഇല്ല. 3 മിനിറ്റ് ആവുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇൻഷാ അല്ലാഹ് കാര്യം കഴിഞ്ഞില്ലേ, 3 മിനിറ്റിനുള്ളിൽ വർത്തമാനം പറഞ്ഞ് തീർത്തോണം. ദ്വാരപ്പിക്കാനുണ്ടെങ്കിൽ, മസ്അല ചോദിക്കാനുണ്ടെങ്കിൽ വിഷയം പറഞ്ഞ് തീർക്കണം. എന്താ കാര്യം? 3 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് നിങ്ങളോട് ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല, കാരണം എനിക്ക് എൻ്റെതായ സമയം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദുന്യാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്ക് സമയമില്ലാന്ന്. എനിക്ക് എൻ്റെതായ അമൽ ചെയ്യാനുള്ള സന്ദർഭവും സമയവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 3 മിനിറ്റ് മതി, ധാരാളമായി. ആലിമിനെ ബാക്ക് വെക്കോ, ആലിമായ മനുഷ്യനാണോ ബാക്ക് വെക്കോ? നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോ. അതുകൊണ്ട് എന്തായി? അവരൊക്കെ സമുന്നതരായ പണ്ഡിതന്മാരായി മാറി. ഇന്നും ലോകം അവരെ ആദരിക്കുന്നു. തഴവ എന്ന ഗ്രാമം നമ്മൾ എവിടെ ചെന്ന് പറഞ്ഞാലും എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെട്ടു. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ അധികരിച്ച കാലഘട്ടം. ഇന്നിപ്പോ യൂട്യൂബ് എടുത്ത് കുമ്മനോത്സാഹം അടിച്ചാൽ നിങ്ങൾക്ക് പ്രഭാഷണം കിട്ടുന്ന കാലഘട്ടം, വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നാൽ കിട്ടുന്ന കാലഘട്ടം. ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ഇല്ല, വാട്സാപ്പ് ഇല്ല, സോഷ്യൽ മീഡിയയുടെ തരംഗങ്ങളില്ല, ഒരു ടെലഗ്രാമോ മറ്റൊന്നും ഇല്ലാത്തതാകുന്ന ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് എത്തിപ്പെടാത്ത സ്ഥലം ഏതാണ് സഹോദരങ്ങളെ? ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ചിന്തിക്കണം. ഞാൻ എവിടെ ചെന്നാൽ അവിടെയൊക്കെ പറയും, ഇവിടെ ഇങ്ങടെ വല്യുപ്പ 10 ദിവസം പാല് പറഞ്ഞാൽ, ഇവിടെ ഇങ്ങടെ വല്യുപ്പ 7 ദിവസം പറഞ്ഞാൽ. കോഴിക്കോട് കുറ്റിച്ചിറയിൽ തുടർച്ചയായി ബഹുമാനപ്പെട്ടവർ 68 ദിവസം തുടർച്ചയായി വാന്ന് പറഞ്ഞത് ഇന്ന് വരെ കേരളത്തിൽ മറ്റൊരു പ്രഭാഷകൻ മറികടക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഒരു നാട്ടിൽ ഇത്ര ദിവസം 68 ദിവസം തുടർച്ചയായി ഒരു വിഷയത്തെ സംബന്ധിച്ച് വാന്ന് പറയാൻ. എന്നിട്ട് ആ വിഷയം തീർന്നോ? ഇല്ല, അടുത്ത വർഷം 1 മാസം കൂടി ഡേറ്റ് കൊടുത്തിട്ടാണ് ആ വിഷയം പൂർത്തീകരിച്ചത്. അത്രയേറെ അറിവിന്റെ ആഴിയിലൂടെ സഞ്ചരിച്ച മഹാന്മാർ അവർ നമ്മുടെ തൊട്ടടുത്ത ആളുകളാണ്. മനസ്സിലാക്കണം. നമ്മൾ 4 ദിവസം പാത് കഴിഞ്ഞപ്പോ തന്നെ മടുത്ത് എഴുന്നേക്കാണ്, അതൊക്കെ പാട്ടും പാടി പോവാ, അസ്സലാമു അലൈക്കും, മതിയായി, എല്ലാം കഴിഞ്ഞ് അമലൊക്കെ ചെയ്തോളാം ഉസ്താദേ. 4 ദിവസമായേ ഉള്ളൂ. ബൈ ബൈ, അടുത്ത വർഷം കാണാം. അതാ നാടിന്റെ കൗമിന്റെ പ്രത്യേകതയും കൂടിയാണ്. മലബാറിൽ അങ്ങനെയാണല്ലോ, വയത് കേൾക്കാൻ കാണിക്കുന്ന ഒരു കൗതുകവും താല്പര്യവും അവർക്ക് കൊടുക്കുന്ന അറിവനുസരിച്ചുള്ള അമലും അത്രമേൽ വലുതായിരുന്നു. മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നമ്മൾ നമ്മുടെ സമയങ്ങളെ വിലക്കെടുക്കണം എന്നർത്ഥം. സമയം അൽ വഖ്തു അൻഫാസുൻ ഇല്ലം തഖതഅഹു ഖതഅക. സമയം വളരെയേറെ വിലപ്പെട്ടതാണ്. നീ അതിനെ മുറിച്ചു കടന്നിട്ടില്ലെങ്കിലും നിന്നെ അത് മുറിച്ചു കടക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. മിൻഹാജിന്റെ തുടക്കത്തിൽ ഈ വാക്യം കാണാം. ശ്രദ്ധിക്കണേ നിങ്ങൾ, സമയം വളരെ വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഈ രാത്രി നമുക്കിനി തിരിച്ചു വരൂല. ഇന്ന് കഴിഞ്ഞു പോയതാകുന്ന പകൽ ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല. അത് കഴിഞ്ഞുപോയി.
നാളെ നമുക്ക് കിട്ടുന്ന പകൽ നാളെ വൈകിട്ടോടുകൂടി തീരാൻ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്തില്ല. മനസ്സിലാക്കണം. ഈ 2022 വർഷം നമ്മൾ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് വരൂല. 2021 വരാത്തതുപോലെ, 20 വരാത്തതുപോലെ, അതിനു മുമ്പുള്ളതാകുന്ന 2019 വരാത്തതുപോലെ ഓരോ വർഷങ്ങളും നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നു. ദിവസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എന്ത് പെട്ടെന്നാണ് കഴിയുന്നത്. ഒരു കൊല്ലം എന്ത് പെട്ടെന്ന്, ഒരായുസ് എന്ത് പെട്ടെന്ന്. റസൂലുള്ള പറഞ്ഞു, ഒരു വർഷം ഒരു മാസമായി, ഒരു മാസം നിനക്കൊരാഴ്ചയായി, ഒരാഴ്ച നിനക്കൊരു ദിവസമായി, ഒരു ദിവസം ഒരു മണിക്കൂറായി, ഒരു മണിക്കൂർ ഒരു മിനിറ്റായി, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നുന്ന ഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഹബീബ് റസൂലുള്ളാഹി ആ ഒരവസ്ഥയിലേക്ക് എത്തിയില്ലേ? അതുകൊണ്ട് ഇനി ശരിക്കമൽ ചെയ്യണേ. ഇല്ലെങ്കിൽ വലിയ ഖേദമാണ്, ദുഃഖമാണ്. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ചില ആളുകൾ കൈകടിക്കുമേ. ഒറ്റ ആയത്ത് കേട്ടിട്ടു എന്നിട്ട് ദുആരക്ക് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ അക്രമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നടന്നതായ ആളുകൾ നല്ലൊരു കൂട്ടുകെട്ട് കിട്ടാതെ മോശമാകുന്ന പ്രവർത്തനങ്ങളുമായി ഹറാമാകുന്ന ജീവിതത്തിലൂടെ കാഴ്ചവെച്ച് നടന്ന ആളുകൾ, സിനിമ കാണാനും സീരിയൽ ദർശിക്കാനും മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണ് പായിക്കാനും കൂട്ടുകാരുമായി കറങ്ങി നടന്ന ആളുകൾ, ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നുകൊണ്ട് സഹായിക്കാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, നിന്നെ സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, ബ്ലാക്കിന് ടിക്കറ്റ് വിറ്റ് തരാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, നിനക്ക് ലോട്ടറി എടുക്കാൻ പഠിപ്പിച്ചതായ കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ കൊണ്ട് നാളെ ആഖിറത്തിൽ നീ ഖേദിക്കുന്ന രംഗമാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയൗമ യഉദ്ദുല്ലാലിമു അലാ യദൈഹി. അക്രമം മാത്രം പ്രവർത്തിച്ചതാകുന്ന അക്രമിയായ വ്യക്തി നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ അവൻ കൈ കടിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. എന്തിനാണ് അവന് കൈ കടിക്കുന്നത്? നന്മയുടേതാകുന്ന പ്രവർത്തനം അവനില്ല, അവന് നമസ്കാരം ചിട്ടവെക്കാൻ സാധിച്ചിട്ടില്ല, ഇബാദത്തുകൾ കുറവാണ്, പരിശുദ്ധമായ ഇബാദത്തുകൾ വളരെ കുറവാണ്, നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്. കൈ കടിച്ചുകൊണ്ടവൻ വിളിച്ചു പറയുകയാണ്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവനല്ലേ എനിക്ക് തിയേറ്റർ പരിചയപ്പെടുത്തിയത്, അവനല്ലേ എനിക്ക് സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചത്, അവനല്ലേ ഹറാമാകുന്ന തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്, അവനാണ് ഇന്ന സ്ഥലത്ത് ഇന്ന പെണ്ണുണ്ടെന്ന് പറഞ്ഞ് എന്നെ ആദ്യമായി സ്ത്രീകൾക്ക് ഒരു താല്പര്യം എന്നെ ജനിപ്പിച്ചത്, അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഓരോ ഫോട്ടോകൾ മൊബൈൽ ഫോണിലൂടെ കാണിച്ച് എന്റെ ഹൃദയത്തെ ഇളക്കിയവൻ അവനാണ്, എന്റെ ഹൃദയത്തിൽ വ്യഭിചാരത്തിന്റെ ചിന്ത നൽകിയവൻ അവനാണ്. ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ നോക്കാൻ തുനിഞ്ഞത്, അതിനുവേണ്ടി ഞാൻ മൊബൈൽ ഫോണിലേക്ക് നെറ്റ് കണക്ഷൻ ഞാൻ എടുത്തത്, വാപ്പയുടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയത്, ഉമ്മയുടേതാകുന്ന തൈല പാത്രത്തിൽ നിന്ന് ഞാൻ ആദ്യമായി പൈസ കട്ടെടുത്തിട്ട് അതിലൂടെ നെറ്റ് റീചാർജ് ചെയ്തത്, ഞാൻ എന്റെ മോശമാകുന്ന തലത്തിലേക്ക്
തലത്തിലേക്ക് ഈ സിനിമ കാണാനാണ്, ഫോട്ടോ ദർശിക്കാനാണ്. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്തു, വാട്സാപ്പ് അപ്ലോഡ് ചെയ്തു, ടെലഗ്രാം കൊണ്ട് നടന്നു. അതിലൂടെ കൂട്ടുകാരികളുമായി കണക്ഷനായി, രാത്രിയുടെ യാമങ്ങളിൽ ചാറ്റിംഗ് ആയി, WW അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണാനുള്ള ത്വരയായി. ഹറാം എന്റെ ഹൃദയത്തിൽ മുട്ടിട്ട് വളരുകയാണ്. അയൽപക്കത്തെ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ എന്റെ ഇത്തയുടെ പ്രായമുള്ള പെണ്ണിനെ ഞാൻ കടന്നു പിടിക്കാൻ തയ്യാറായി. ഒരു വേള പ്രവാസ ലോകത്തുള്ളവരുടെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ മറന്ന് അവർ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഹറാമാകുന്ന തലത്തിലേക്ക് പോയി. എന്റെ ജീവിതം മുഴുവനും ഹോമിക്കാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കൂട്ടുകാരൻ കാണിച്ചതാകുന്ന ഇക്കിളിപ്പെടുത്തുന്ന ഒരു ഫോട്ടോയുടെ പശ്ചാത്തലമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റിന്റെ കൂമ്പാരമാണ്, ഹറാമിന്റെ കൂമ്പാരമാണ്. കള്ളു കുടിച്ചത് എത്രയെത്ര രാവുകളാണ്, എത്രയെത്ര സിനിമകളാണ് കണ്ടത്, ഏതൊക്കെ തിയേറ്ററുകളാണ് പോയത്, ഏതൊക്കെ ഹറാമാകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തത്, ഏതെല്ലാം ഹറാമിലേക്ക് ഞാൻ എന്റെ കൈകൾ പിടിച്ചു അല്ലാ, ഏതെല്ലാം ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിപ്പോയി അല്ലാ, ഏതെല്ലാം ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ എന്റെ കാലുകൾ കൊണ്ട് നടന്നു പോയിട്ടുണ്ട് റബ്ബേ. ഏതൊക്കെതാകുന്ന പാർക്കിൽ പോയി, ഏതൊക്കെ മാളുകളിൽ പോയി, ഏതൊക്കെ ബീച്ച് റോഡുകളിൽ പോയി, ഏതൊക്കെതാകുന്ന ഗാനമേള ട്രൂപ്പുകളോടൊപ്പം ഗാനമേള കേൾക്കാൻ പോയി, ഏതൊക്കെയാകുന്ന മോശപ്പെട്ട മലീമസമാകുന്ന സദസ്സുകളിലെല്ലാം ഞാൻ എത്തിപ്പെട്ടു പോയി റബ്ബേ. മാത്രമല്ല എന്റെ ഹൃദയം കൊണ്ട് പോലും ഞാൻ തെറ്റ് ചെയ്യുകയാണ്. ഒരു വേള ഉമ്മയെ വിചരിച്ചവരാ, ഈ പെങ്ങളെ വ്യഭിചരിച്ചവനായി, സഹോദരിമാരെ വ്യഭിചരിച്ചവനായി, അയൽപക്കത്തുള്ള പല സഹോദരിമാരെ പോലും മനസ്സുകൊണ്ട് വ്യഭിചരിച്ചവനായി എന്റെ ശരീരം മാറ്റപ്പെട്ടു പോയ അല്ലാ. യാ ലൈതനി ലം അത്തഖിദ ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന മനുഷ്യനുമായി കൂട്ടുകെട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ലഖദ് അളല്ലനി عن الذكر بعد إذا جاءني. വിശുദ്ധമായ ഖുർആൻ ധാരാളം കേട്ടവനാണ് ഞാൻ. ഒരുപാട് വാദിന്റെ സദസ്സിൽ പോയവനാണ് ഞാൻ. ജുമഅക്ക് പ്രഭാഷണങ്ങൾ കേട്ടവനാണ് ഞാൻ. വാദുകൾ ധാരാളം കേട്ടവനാണ് ഞാൻ. യൂട്യൂബിലൂടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ രാത്രിയിൽ കേട്ടുകൊണ്ട് കടന്നുറങ്ങിയവനാണ്. പക്ഷെ ഒരു വേള എന്റെ ഹൃദയത്തെ ഒന്ന് ചാഞ്ചല്യപ്പെടുത്താൻ എന്റെ കൂട്ടുകാരൻ തയ്യാറായി. അവൻ വാട്സാപ്പിൽ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. അതിലൊന്ന് കയറി നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഹറാമിലേക്ക് എന്റെ കണ്ണൊന്ന് പോയത്. ഇതെവിടെ കിട്ടുമെന്നുള്ള അന്വേഷണമായി പല വീഡിയോകൾ പരതിക്കൊണ്ട് എന്റെ രാത്രികളെ ഞാൻ സജീവമാക്കി. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ റമദാനിന്റെ 27-ാം രാവ്, ആ റമദാനിന്റെ 21-ാം രാവ്, റമദാനിന്റെ 23-ാം രാവ്, റമദാനിന്റെതാകുന്ന 25-ാം രാവ്, റമദാനിന്റെ 29-ാം രാവ്, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവ്, പുണ്യമാക്കപ്പെട്ട പെരുന്നാളുകളുടെ രാവുകൾ, റജബിന്റെ രാവ്, ശഅബാനിന്റെ രാവ്, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 10 രാവുകൾ, മുഹറത്തിന്റെ പവിത്രമായ രാവുകൾ. എന്ത് വേണ്ട ജീവിതത്തിൽ സുകൃതം അനുഷ്ഠിച്ചാൽ വലിയ വലിയ നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കുന്ന പുണ്യമായ രാവുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം അന്നത്തെ രാത്രിയിൽ കൂട്ടുകാരൻ അയച്ചതാകുന്ന ഒരു ലിങ്കാണ്. അതിൽ കയറിയതിൽ പിന്നെ എന്റെ കണ്ണുകൾ ഹറാമല്ലാതെ തേടുന്നില്ല, എന്റെ കൈകൾ ഹറാമിലേക്കല്ലാതെ ചലിക്കുന്നില്ല. ഞാൻ വാട്സാപ്പിലൂടെ അന്യ പെണ്ണിനെ ഒന്ന് ഹലോ ചെയ്തതേയുള്ളൂ. അവന് തിരിച്ചൊരു വർത്തമാനം പറഞ്ഞു. അതിലൂടെ ഞാൻ അവളുമായി ചാറ്റിംഗ് ആയി. ഇന്ന് ഉറക്കമില്ലാത്ത രാവുകളാണ് എനിക്ക് അവൾ സമ്മാനിക്കുന്നത്. അവൾ ഇതാ കുളിക്കാൻ പോകുമ്പോഴും മൊബൈൽ ഫോൺ കൊണ്ടുപോയാണ്. ആ മൊബൈൽ ഫോണിലൂടെ ഹറാം ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരുകയാണ്. വീഡിയോ ക്ലിപ്പുകൾ കണ്ടുകൊണ്ട് ഞാൻ ആസ്വദിക്കുകയാണ്. ഹറാമാകുന്ന ജീവിതം നയിക്കുകയാണ്. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുകയാണ്. ലോട്ടറി എടുത്തുകൊണ്ട് ജീവിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ടുകൊണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ധന്യമാക്കുകയാണ്. ജീവിതം മുഴുവനും ഹറാമാണ്. ഞാൻ നോക്കുന്നത് ഹറാമാണ്, ഞാൻ പിടിക്കുന്നത് ഹറാമാണ്, ഞാൻ നടക്കുന്നത് ഹറാമാണ്. നിഷിദ്ധമായ പ്രവർത്തനങ്ങളിലേക്കല്ലാതെ എൻ്റെ ഹൃദയം പോകുന്നില്ല, എൻ്റെ ചിന്താമണ്ഡലം പോകുന്നില്ല, എൻ്റെ കൈകൾ എത്തുന്നില്ല, എൻ്റെ കാലുകൾ ചലിക്കുന്നില്ല. എവിടേക്കാണ് ഞാൻ എത്തിപ്പോയത്? എന്തേ എനിക്ക് സംഭവിച്ചു പോയി? ഒരു കാലഘട്ടത്തിൽ പള്ളി
പള്ളിയുടെ അകത്തലങ്ങളിൽ കഴിഞ്ഞവനായിരുന്നു. ജുമുഅ ജമാഅത്തുകളെ ശ്രദ്ധിച്ചവനായിരുന്നു. നോമ്പുകൾ നോറ്റി വീട്ടിയവനായിരുന്നു. എവിടെയും എനിക്കൊരു തകരാറ് സംഭവിച്ചു പോയി, എന്നെ പിശാച് വശംവദനാക്കി, എന്നെ പിടിച്ചുകൊണ്ടുപോയി. എനിക്ക് നരകത്തെ കുറിച്ച് ഭയപ്പാടില്ല, എനിക്ക് ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ല, എനിക്ക് ആഖിറത്തെ കുറിച്ച് ഓർമ്മയില്ല, എനിക്ക് നന്മ ചെയ്യണമെന്നുള്ള ചിന്തയില്ല. എനിക്ക് ജീവിതം എപ്പോഴും മോശപ്പെട്ട ജീവിതമായി നടന്നാൽ മതി. ലൈംഗിക ബന്ധത്തിലേക്ക് വല്ലാത്ത താല്പര്യമായി. എനിക്ക് വിദ്യാഭ്യാസം വേണ്ട, എനിക്ക് നന്മയാർന്ന ജീവിതം വേണ്ട. എന്റെ പഠിപ്പും എന്റെ വിദ്യാഭ്യാസവും ഒക്കെ ധാർമ്മികമാകുന്ന അറിവുകളെല്ലാം ഞാൻ പരിപൂർണമായി അടിയറ വച്ചു. എന്തേ കാരണമെന്നറിയുമോ? യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എനിക്കൊരു കൂട്ടുകാരനുണ്ടായി റബ്ബേ, അവനാണ് എന്നെ മോശമായ രീതിയിൽ കൊണ്ടുപോയത്, അവനാണ് എന്നെ ഇത്തരത്തിലേക്ക് എത്തിച്ചത്. അല്ലാ, എന്നെ ഒന്ന് രക്ഷിക്കണേ നാഥാ. ആഖിറത്തിലേക്ക് പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹദറത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരാളും രക്ഷിക്കാനില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, മഹ്ശറയിൽ ഒരാളും മറ്റൊരാളെ രക്ഷിക്കുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഈ ദുനിയാവിൽ നിനക്ക് വലിയ ചങ്ക് പ്രോയായിരിക്കും, വലിയ കൂട്ടുകാരനായിരിക്കും. പക്ഷെ ആഖിറത്തിൽ നിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ ഒരു കൂട്ടുകാരനും തയ്യാറാവുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന് തുണയാകാത്ത സ്ഥലമാണ് മഹ്ശറ. മഹ്ശറ യുബസ്സറൂനഹും. അന്ന് നീ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങളെ പടച്ച റബ്ബ് നിന്റെ മുന്നിലേക്ക് വരി വരിയായി കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാം പടച്ച റബ്ബ് കാണിച്ചു നൽകുകയാണ്. അപ്പോഴാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്ത വ്യക്തികൾ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. കത്തിച്ചൊലിക്കുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, കത്തിയാളുന്ന നരകത്തെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുമ്പോ, സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും മഹിളകളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്ന ജനകോടികളും പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മൾ ശിരസ്കരായി നിലകൊള്ളുന്ന സമയത്ത് വിചാരണ ഘട്ടത്തിൽ അവൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. തമ്മാടിയായ മനുഷ്യൻ പടച്ച റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വലിയതാകുന്ന ശിക്ഷയിൽ നിന്ന് ഞാനൊന്ന് മാറിക്കട്ടെ അല്ലാ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ, എന്റെ രക്തത്തിലൂടെ പിറന്നതാകുന്ന പൊന്നുമോനെ എനിക്ക് പകരമായി നൽകാം അല്ലാ. വസാഹിബതിഹി വഅഖീ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ഇന്നലെ വരെ ചുടുചുംബനം നൽകി എന്നോടൊപ്പം കിടപ്പറ പങ്കിട്ട എനിക്കെല്ലാമെല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ, അവളും ഞാനും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. ഒരു പാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു. അവൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ എനിക്ക് മടിയുണ്ടായിരുന്നില്ല. പക്ഷെ നാളെ മഹ്ശറയിലേക്ക് വിചാരണയുടെ ഘട്ടം കടന്നു വരുമ്പോ, വിശാലമാക്കപ്പെട്ട നരകത്തെ കാണുമ്പോ, ആ നരകത്തിന്റെ ഭീകരമാകുന്ന ദർശനങ്ങൾ വ്യക്തമായി ദർശിക്കുമ്പോ, ഭീകരമാകുന്ന നരകത്തെ വ്യക്തമായി കണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുമെന്നുള്ള ഭീതിയിൽ നിൽക്കുന്ന ഭർത്താവ് അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ച റബ്ബേ, എന്റെ ഭാര്യയെ നൽകാം അല്ലാ. എന്നെ ഒന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരുമോ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, എന്റെ പ്രിയപ്പെട്ട സഹോദരരെ ഈ നരകത്തിലേക്ക് എറിയാൻ നൽകാം അല്ലാ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിലേക്ക് എന്നെ എറിയരുത് റബ്ബേ. എന്റെ മകനെ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, എന്റെ സഹോദരനെ നൽകാം അല്ലാ. വഫസീലതിഹി അല്ലതി തുബി വമൻ ഫിൽ അർളി ജമീഅ ثم ينجي.
ലോകത്തുള്ളതാകുന്ന ഏത് വ്യക്തിയെയും നീ ചോദിച്ചോ, ആരെ വേണമെങ്കിലും അവരുടെ പാദസേവ നടത്തിയിട്ട് ഈ നരകത്തിലേക്ക് എനിക്ക് പകരമായി പ്രായച്ചിത്തമായി നരകത്തിലേക്ക് അറിയാൻ നൽകാം അല്ലാ, എന്നെ നരകത്തിലേക്ക് ഇടരുത് റബ്ബേ, എന്നെ നരകത്തിലേക്ക് ഇടരുത് അല്ലാ. നേരിട്ട് നരകത്തെ കാണുമ്പോൾ തമ്മാടികളാകുന്ന ആളുകൾ നാളെ പറയുമത്രേ, ഈ വചനം പറയാതെ ഒരു നിസ്കരിക്കാത്തവരും പോവുകയില്ല, ഈ വചനം പറയാതെ ഒരു കള്ളു കുടിക്കുന്നവരും പോവുകയില്ല, ഈ വചനം പറയാതെ ഒരു വ്യഭിചരിച്ചവരും പോവുകയില്ല, ഈ വചനം പറയാതെ സിനിമ കണ്ട ഒരു വ്യക്തിയും പോവുകയില്ല, ഈ വചനം പറയാതെ സീരിയൽ കണ്ട ഒരു പെണ്ണും പോകുകയില്ല. എല്ലാ തെമ്മാടികളും നാളെ ആഖിറത്തിൽ നരകത്തെ കണ്ടുകൊണ്ട് പറയുകയാണ്, എനിക്ക് പകരം എന്റെ മകനെ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, എന്റെ മക്കളെ നൽകാം, എന്റെ കുടുംബത്തെ നൽകാം. ലോകത്താരെ വേണമെങ്കിലും ചോദിച്ചോ റബ്ബേ, ആരെ വേണമെങ്കിലും നൽകാം അല്ലാ. സുമ്മയുൻജി, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ അല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇവരെയെല്ലാം നരകത്തിലിട്ടുകൊണ്ട് നീ കത്തിച്ചാമ്പലാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ പൊന്നുമോന് ഒരു ചെറിയ രീതിയിൽ കൈവരലൊന്ന് പൊള്ളിയാൽ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഉപ്പയാണ് ആഖിറത്തിൽ തീക്കുണ്ടാരത്തിലേക്ക് മക്കളെ വലിച്ചെറിയാൻ പറയുന്നത്. എന്തുകൊണ്ട്? നരകത്തിന്റെ ഭീകരത അത്രമേൽ വലുതാണ്. ഇതിലേക്ക് ഞാൻ ചാടിക്കൊള്ളാം, എന്റെ മകനെ ഒഴിവാക്കുന്ന ഒരു ഉപ്പയും പറയുകയില്ല. എന്നെ പടച്ചറപ്പ് ഒഴിവാക്ക്, എന്റെ മകനെ നരകത്തിലേക്ക് ഇട്ടോ അല്ലാ. വാപ്പമാര് പറഞ്ഞ് കൈയൊഴിയുകയാണ്, ഭാര്യമാര് ഭർത്താവിനെ പറഞ്ഞ് കൈയൊഴിയുകയാണ്, ഭർത്താവ് ഭാര്യയെ പറഞ്ഞ് കൈയൊഴിയുകയാണ്. ഈ രീതിയിൽ എനിക്ക് രക്ഷ നൽകണമെന്ന് പടച്ചറപ്പിനോട് പറയുമ്പോ അല്ല പറയുന്ന മറുപടിയുണ്ട്, കല്ലാ വേണ്ടടാ വേണ്ടടാ, ഇന്നഹാ ലളാ, ആ കാണുന്നത് ലളാ എന്ന് പറയുന്ന നരകമാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്ന് ജീവിച്ചതാകുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നതായ ലളാ എന്ന് പറയുന്ന നരകമാണത്. നസാഅതൽ ലിശവാ, നിന്റെ തലയുടെ മൂർധാവിനെ ചുട്ടെടുക്കുന്നതായ നരകമാണ്, നരകമാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, നിങ്ങളിതാ അറേബ്യൻ ഹോട്ടലുകളിൽ പോയിരുന്നുകൊണ്ട് ഷവായ തിന്നവരില്ലേ, ഷവർമ കഴിച്ചവരില്ലേ, അൽഫാം കഴിച്ചവരില്ലേ? ഷവായ എന്ന പദം എവിടെ നിന്നാണ് വന്നത്? നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് വിവരിച്ചെടുത്താണ് ഖുർആൻ. പരിശോധിച്ചു നോക്ക്. നസാഅതൽ ലിശവാ, നസാഅതൽ ലിശവാ, നിന്റെ തലയുടെ മൂർധാവ് ചില്ലിൻ കൂട്ടിലിട്ടുകൊണ്ട് ചിക്കൻ അത് പൊരിച്ചെടുക്കുന്നത് പോലെ നിന്റെ തലച്ചോറ് അല്ലാഹു കരിച്ചെടുക്കുമേ, പൊരിച്ചെടുക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലളാ എന്ന നരകത്തിന്റെ പ്രത്യേകതയാണ് തദ്ഉ മൻ അദ്ബറ വതവല്ലാ. ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചതാകുന്ന വ്യക്തികൾക്ക് ആഖിറത്തിൽ നൽകുന്ന ശിക്ഷ കണ്ട്, നരകത്തിന്റെ ഭീകരമാകുന്ന ദർശനം കണ്ട് പിറകോട്ടോടി മാറുന്ന ആളുകളെ ലളാ എന്ന് പറയുന്ന നരകം ഓടിച്ചെന്നുകൊണ്ട് വിഴുങ്ങുകയാണ്, വിളിക്കുകയാണ്, വിളിക്കുകയാണ്. പിറകോട്ട് പോകുന്നവരെ കടന്നു വരുക, കടന്നു വരുക, നിനക്കുള്ളതാണ് ഈ നരകം. നിന്റെ രോമകൂപങ്ങൾ കരിച്ചു കളയുന്നതാണ്, നിന്റെ തലച്ചോറ് കരിക്കുന്നതാണ്, അതിനെ പൊരിച്ചെടുക്കുന്നതാണ്. തീർന്നില്ല, തീർന്നില്ല. പാവങ്ങൾക്ക് കൊടുക്കാതെ, ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതെ, ആലിമീങ്ങളെ സഹായിക്കാതെ, മുത്തഅല്ലിമീങ്ങൾക്ക് നൽകാതെ, പള്ളികൾക്ക് കൊടുക്കാതെ, മദ്രസകൾക്ക് കൊടുക്കാതെ, യതീംഖാനകൾക്ക് കൊടുക്കാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാതെ, സ്വന്തം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാതെ, മക്കൾക്ക് ചെലവ് കൊടുക്കാതെ, കുടുംബത്തിന് ചെലവ് കൊടുക്കാതെ, മാതാപിതാക്കളെ ഗൗനിക്കാതെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ
ചിന്തിക്കാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ സമ്പത്ത് കൊണ്ട് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയവരെ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിലകൊണ്ടവരെ, പാവപ്പെട്ടതാകുന്ന സ്ത്രീകൾക്ക് 30-35 ഏജെത്തിയിട്ടും കല്യാണ പ്രായമാത്തിയിട്ട് പോലും അവരെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി സിറാജുൽ ഹുദയുടെ പ്രവർത്തകർ കൈനീട്ടുമ്പോ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞ് പണമുണ്ടായിട്ടും തിരിഞ്ഞു നിന്നതായ ആളുകളെ, 1 ഗ്രാം പോലും കൊടുക്കാതെ, 1 നയാ പൈസ പോലും കൊടുക്കാതെ, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാരംഭർക്ക് അവലംബമാകാതെ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് ലുലുമാളിലുമൊക്കെ കറങ്ങി നടന്നതാകുന്ന ചെറുപ്പക്കാരാ, രക്ഷിതാവേ, സഹോദര, നിന്നെ ഇദാലല എന്ന് പറയുന്ന നരകം വിളിക്കുകയാണ്. സമ്പത്ത് ഒരുമിച്ച് കൂട്ടി ആളുകളെ പ്രത്യേകം ഇദാലല എന്ന് പറയുന്ന നരകം വിളിക്കുകയാണ്. നിന്നെ കരിച്ചു കളയാൻ തയ്യാറാവുകയാണ്. നീ ദുനിയാവിൽ 60-70 വയസ്സ് ജീവിച്ചവനല്ലേ, ഖുർആനിന്റെ വചനങ്ങൾ കേട്ടവനല്ലേ, ഹദീസ് കേട്ടവനല്ലേ, വഅദ് ശ്രവിച്ചവനല്ലേ, എന്തേ അമൽ ചെയ്യാതെ പോയത്, എന്തേ നിസ്കരിക്കാതെ പോയത്, എന്തേ മാതാപിതാക്കളെ തെറി വിളിച്ച് നടന്നത്, അവരെ പറഞ്ഞതനുസരിക്കാതെ അവരെ കരയിപ്പിച്ചുകൊണ്ട് നടന്നവനല്ലേ, ഇന്നിതാ അനുഭവിക്കടാ, നിനക്കൊരു തിരിച്ചു പോക്കുമില്ല. നിന്നെ ഇതാ ഈ ലള എന്ന നരകത്തിൽ പ്രവേശിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ നരക കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാതെ നമ്മുടെ ജീവിതം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തു മുന്നേറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ ഉസ്താദ് നന്മ? ഏതെല്ലാം നന്മകൾ നമുക്കറിയാമോ ആ നന്മകളെല്ലാം, നീ നടക്കുന്ന വഴിയിൽ ഒരു മുള്ള് കടന്നാൽ അതെടുത്ത് മാറ്റുന്നത് വരെ നന്മയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഇപ്പൊ വാത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി, അപ്പൊ ഒരു ഓല വീണ് കിടക്കാൻ, അതെടുത്ത് മാറ്റലാണ് ഹൈർ. മാറ്റി കൊടുക്കുക. റോഡിൽ വീണ് കിടക്കാൻ, അതാരാണ് ആ ഉടമയ്ക്ക് അങ്ങോട്ട് കൊടുക്കുക. അതാണ്. അങ്ങനെ ഏതെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കും. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. വഴിയിൽ നടന്ന തടസ്സം അത് മാറ്റിക്കൊടുത്തു. ഒരു മ്ലേച്ഛത കണ്ടത് മാറ്റിക്കൊടുത്തു. ഒരു എലി എവിടെയെങ്കിലും കടന്ന് ചത്ത് കണ്ടു, ഒന്നും അതിനെ കുഴിച്ചിട്ടു. ഒരു പട്ടി എവിടെയെങ്കിലും, ഒരു നായ എന്നാ ചത്ത് കിടക്കുന്നു, അതിനെ കുഴിച്ചിടാൻ തയ്യാറാകുക. ഇത് ചത്ത പൂച്ചയും എലിയൊക്കെ കൊണ്ടുവന്ന് ഹൈവേ കൊണ്ടിട്ടേക്കാൻ, നാഷണൽ ഹൈവേ 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ മതിയല്ലോ, ഹൈവേ കൊണ്ടിട്ടേക്കാൻ, വണ്ടി കയറി പോയിക്കോട്ടെ. ഇല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലോട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അതിനൊക്കെ വലിയ ബിസ്മിയാ അരിയായിട്ട് ഹജിയാര, അതിനൊന്നും ബിസ്മി ഉറക്കത്തില്ല. അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തൊക്കെ നന്മ നമുക്ക് നമ്മുടെ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം. കാരണം വയസ്സ് എത്രയായി ഇവിടെ? 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 80 എത്തി. ഇനി ഇല്ല ആയുസ്. മുത്തുനബിക്ക് വയസ്സ് 63 ആയിരുന്നു. 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെ കുറഞ്ഞ ആയുസേ ഇനി ഉള്ളൂ. അതുകൊണ്ട് ഇനി അമൽ ചെയ്യാനുള്ള സമയം പോലും നമുക്കില്ല. അതുകൊണ്ട് മുന്നേറിക്കോ. കുറഞ്ഞ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.